ഹലോ മച്ചുമാരി, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. ഒരുപാട് പേര് പ്രേത സിനിമകള്, പ്രേത കഥകള് ഇതെല്ലാം കേൾക്കുമ്പോൾ ഇതിനോടെല്ലാം വലിയൊരു താല്പര്യം കാണിക്കുന്നില്ലേ? എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇത് നേരിട്ട് നിങ്ങളെങ്ങാനും എക്സ്പീരിയൻസ് ചെയ്താലോ, ഓർക്കാൻ പറ്റുമോ, ചിന്തിക്കാൻ കഴിയോ? ഇല്ല. അങ്ങനെ ഒരു എഴുത്തുകാരൻ ഇയാളുടെ ബുക്കുകൾ എഴുതാനായിട്ട് ഇതുപോലെ ഹോണ്ടഡ് ആയിട്ടുള്ള ബാധയുണ്ട് എന്ന് പറയുന്ന പല സ്ഥലങ്ങളിലേക്കും പോകും. എന്നിട്ട് അവിടുത്തെ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കി കഥകൾ എഴുതാൻ തുടങ്ങും. അവിടുത്തെ ആ ഒരു കള്ളക്കഥ പൊട്ടിച്ചു കളയും ചെയ്യും. എന്നാൽ ഈ മനുഷ്യന്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് എവിടെയെങ്കിലും ഒരു വട്ടെങ്കിലും ഇങ്ങനെ പോകുന്ന സമയത്ത് സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം എക്സ്പീരിയൻസ് ചെയ്യണം. ഇയാൾ ഈ ഒരു ആഗ്രഹമായിട്ട് കുറെ വർഷങ്ങളായി നടക്കുന്നു, ഇതുവരെയായിട്ടും സാധിച്ചിട്ടില്ല. എന്നാൽ ഈ മനുഷ്യന്റെ, ഈ എഴുത്തുകാരന്റെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കാനായിട്ട് തന്നെ ഒരു റൂം കാത്തിരിക്കുന്നുണ്ട്. ആ റൂം നമ്പറാണ് 1408. ഈ സിനിമയുടെ പേര്. നിങ്ങളും ഞാനും അതുപോലെ തന്നെ ആ ഒരു എഴുത്തുകാരനും ചിന്തിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള അപകടമാണ് ആ റൂമിൽ അയാൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. അതെന്താണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് പോവുകയല്ലേ ഈ കഥയിലേക്ക്, കഥയുടെ ഈ മായ ലോകത്തിലേക്ക്. സോ അഗൈൻ വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. അർദ്ധരാത്രി നല്ല രീതിയിൽ തന്നെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ മഴ പെയ്യുന്നതിന്റെ ഇടയിലൂടെ ഒരു കാറ് ഒരു ഹോട്ടലിന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നുണ്ട്. ഇതിൽ നിന്നും മൈക്ക് എന്ന് പേരുള്ള ഒരാൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള നല്ലൊരു എഴുത്തുകാരനാണ് ഈ മൈക്ക്. മൈക്കിന്റെ എഴുത്തുകൾ എന്ന് പറഞ്ഞാൽ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള പ്രേതങ്ങളെ കുറിച്ച് എഴുതുന്ന നോവലുകളായിരിക്കും. എന്തായാലും ഈ ഹോട്ടലിലേക്ക് വന്ന സമയത്ത് അവിടുത്തെ ആ ഒരു ഓണേഴ്സ് കുറച്ച് പ്രായമായിട്ടുള്ള രണ്ട് വ്യക്തികളാണ്. എന്തായാലും ഇവർക്ക് നല്ല സന്തോഷമായി, നിങ്ങൾ വന്നല്ലോ. ഇവരിങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ മൈക്ക് പറയണേ, എനിക്ക് നല്ല ക്ഷീണമുണ്ട്, നിങ്ങൾ ആദ്യം ആ ഒരു ചാവിതാ, ഞാൻ പോയി ഒന്ന് കിടക്കട്ടെ. അപ്പൊ ചാവി കൊടുക്കുന്ന സമയത്ത് ഈ ഒരു ദമ്പതികൾ പറയുന്നുണ്ട്, പ്രശ്നം എവിടെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു സ്റ്റെയർ കേസ് ഉണ്ടല്ലോ, അവിടെയാണ് ഇവിടുത്തെ ആ ഒരു ജോലിക്കാരി തൂങ്ങി മരിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ ഹോട്ടലിന്റെ പരസ്യത്തിനായിട്ട് ഒരു ബ്രൗഷർ അടിച്ചിട്ടുണ്ട്. ഇതിന്റെ പല ഭാഗത്തായിട്ട്, അല്ലെങ്കിൽ ആ ഒരു ജനലിന്റെ ഭാഗത്ത് നിങ്ങൾ നോക്കി ഒരു ഷാഡോ കാണുന്നില്ലേ, അത് അവളുടെ ആത്മാവിന്റേതാണ്. ഈ സമയത്ത് നമ്മുടെ മൈക്ക് ചോദിക്കണം, അപ്പൊ നിങ്ങൾ പറഞ്ഞു വരുന്നത് പ്രശ്നം ഈ ഒരു സ്റ്റെയർ കേസിന്റെ ഭാഗത്ത് നിന്നാണോ? അല്ല, മുകളിലത്തെ മുറിയിലാണ്. ആ മുറിയിലാണ് TB ബാധിച്ചുകൊണ്ട് ഈ ഒരു വേലക്കാരിയുടെ മകൾ എല്ലാവരും മരിച്ചുപോയത്. ഇവിടെ വന്നിട്ടുള്ള പല ഗസ്റ്റുകളും പല രീതിയിലുള്ള ശബ്ദം അവിടുന്ന് കേട്ടുവെന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളും അതുപോലെ തന്നെ കേട്ടിട്ടുണ്ട്. ഇന്ന് വരെ സമാധാനമായിട്ട് ഞങ്ങൾക്ക് ഇവിടെ കിടന്ന് ഉറങ്ങാൻ പറ്റിയില്ല. അതൊക്കെ ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞിട്ട് മൈക്ക് ചാവി മേടിച്ച് നേരെ ആ ഒരു മുറിയിലേക്ക് എത്തുകയാണ്. 14ാമത്തെ റൂമാണ്. കുടിക്കാൻ ഒരു ഇച്ചിരി വെള്ളം ഉണ്ടായിരുന്നു, അതെല്ലാം എടുത്ത് കുടിക്കുകയാണ്. മാത്രമല്ല അവന്റെ കയ്യിൽ എന്തൊക്കെയോ ചില മെഷീൻസ് ഉണ്ടായിരുന്നു. ഇതെല്ലാം വെച്ച് നന്നായിട്ട് പരിശോധിക്കുന്നുണ്ട്. അവനാകെ നിരാശയായി പോവാണ്. കാരണം അവന്റെ ആഗ്രഹം ഇതുപോലുള്ള സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ഒരു വട്ടെങ്കിലും ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യണം എന്നാണ്. എന്നാൽ ഇതുവരെ അത് നടന്നിട്ടില്ല. ഇതുപോലെ പല ആൾക്കാരും പല കഥകളും പറയും. എന്ന് ഇവിടെ എത്തി നോക്കുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഫേക്ക് ആയിരിക്കും. പിറ്റേ ദിവസം രാവിലെ ഈ ഉണ്ടായ കാര്യങ്ങൾ ഒരു എക്സ്പീരിയൻസ് പോലെ അവന്റെ കയ്യിലൊരു റെക്കോർഡിംഗ് ഡിവൈസ് ഉണ്ട്, അതിൽ അവൻ റെക്കോർഡ് ചെയ്ത് വെക്കും. അപ്പോൾ പ്രത്യേകിച്ച് ഒന്നും കണ്ടില്ല എന്നൊക്കെയാണ് അതിൽ പറയുന്നത്. ഇതിനുശേഷം നമ്മുടെ മൈക്ക് നേരെ ചെല്ലുന്നത് ഒരു ലൈബ്രറിയിലേക്കാണ്. ഈ ഒരു ലൈബ്രറിയിൽ വെച്ചിട്ട് ഇന്ന് അദ്ദേഹത്തിന്റെ ഒരു പുതിയ ബുക്ക് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പൊ അങ്ങോട്ടേക്ക് വന്ന പല ആൾക്കാരും, ഒരുപാട് പേരൊന്നുമില്ല, കുറച്ച് പേരേ ഉള്ളൂ. ഇതിലേക്ക് ഇൻട്രസ്റ്റ് ഉള്ള അങ്ങനെ കുറെ പേരൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പൊ ഈ ആളുകൾ വന്നിട്ട് നമ്മുടെ മൈക്കിന് ഇതുപോലുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ, അങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ മൈക്ക് പറയാണ്, ശരിക്കും എനിക്ക് നല്ല ആഗ്രഹമുണ്ട് ഇതൊക്കെ ഒന്ന് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട്. പല ഡിവൈസുകളും മെഷീൻസും എല്ലാം ഞാൻ കൊണ്ടുപോകാറുണ്ട്. ഇതുവരെയായിട്ടും എനിക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല, എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. എന്നെങ്കിലും ഒരു ദിവസം ഉണ്ടാവുമായിരിക്കും. അങ്ങനെ ഇതിനുശേഷം മൈക്ക് നേരെ ചെല്ലുന്നത് പോസ്റ്റ് ഓഫീസിലേക്കാണ്. ഈ രീതിയിലുള്ള ഒരു എഴുത്തുകാരനായതുകൊണ്ട് തന്നെ പല രീതിയിലുള്ള കത്തുകൾ മൈക്കിന് വരും. അതും ഓരോ ലൊക്കേഷൻസ് ഒക്കെ വെച്ച്. നമ്മുടെ നാട്ടിൽ സുമതി വളവ്, അങ്ങനെ ഓരോരോ സ്ഥലങ്ങളില്ലേ. എന്നാൽ ഇങ്ങനെ പല സ്ഥലങ്ങളും കാണുമ്പോൾ നമ്മുടെ മൈക്ക് ഇതിലൊന്നും എക്സൈറ്റഡ് ആവുന്നില്ല. കാണുമ്പോൾ തന്നെ ഇത് ഫേക്ക് ആണെന്ന് മനസ്സിലാവും. എന്ന ഒരേ ഒരു കാര്യം മാത്രം മൈക്കിന്റെ കണ്ണിൽ ഒന്ന് കുടുങ്ങി നിൽക്കുകയാണ്, ഹോട്ടൽ ഡോൾഫിൻ. അതിനെക്കുറിച്ച് ചില വിവരങ്ങൾ ആ ഒരു കത്തിലുണ്ട്. അതുപോലെ തന്നെ ഈ കത്തിന്റെ പിൻഭാഗത്തായിട്ട് ഒരു റൂമിന്റെ നമ്പർ എഴുതി വെച്ചിട്ടുണ്ട്, 1408. ആഹാ, അടിപൊളിയാണല്ലോ. ഭയങ്കരമായിട്ട് ഒരു എക്സൈറ്റ്മെന്റ് തോന്നിയത് കൊണ്ട് തന്നെ മൈക്ക് നേരെ ആ ഒരു ഹോട്ടലിലേക്ക് വിളിക്കുകയാണ്. ഇതുപോലെ റൂം നമ്പർ പറയാണ് 1408, അതെനിക്കൊന്ന് ബുക്ക് ചെയ്യണം. ഇതേ സമയത്ത് തന്നെ അവിടുത്തെ സ്റ്റാഫ് പറയണം, സാറേ അത് ഓൾറെഡി ബുക്ക് ആയിപ്പോയല്ലോ. ഇപ്പൊ നമ്മുടെ മൈക്ക് പറയാണ്, നിങ്ങളുടെ വിളവൊക്കെ അവിടെ വെച്ചോളൂ, കാരണം ഞാൻ ഏത് ഡേറ്റാന്ന് വരെ പറഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ബിസിയാന്ന് പറയാ? അവൈലബിൾ ആയിട്ടുള്ള ഒരു ദിവസം നിങ്ങൾ അതെനിക്ക് വേണം. ഓക്കെ സാറേ, ഞങ്ങൾ കോൺടാക്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാണ്. എന്തായാലും ഇവർ പറഞ്ഞ ആ ഒരു ദിവസം മൈക്ക് നേരെ ആ ഒരു ഹോട്ടലിന്റെ മുന്നിൽ വന്ന് ഇറങ്ങുകയാണ് ഒരു ടാക്സിയിൽ. പിന്നീട് റിസപ്ഷനിലേക്ക് പോയിട്ട് ലേഡിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ സമയത്ത് ആ ലേഡി പറയാണ്, നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യ്, ഞങ്ങളുടെ മാനേജർ അദ്ദേഹം ഒന്ന് വരട്ടെ. കുറച്ച് കഴിഞ്ഞപ്പോൾ ജെറാഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളെ ഇങ്ങോട്ടേക്ക് വരികയാണ്. ഈ ജെറാഡ് പറയുന്നത്, സാറേ നിങ്ങൾക്ക് വേണ്ടി നല്ല അടിപൊളിയായിട്ടുള്ള ലക്ഷറിയസ് ആയിട്ടുള്ള റൂമാണ് ഞങ്ങൾ മാറ്റി വെച്ചിട്ടുള്ളത്. ഈ സമയത്ത് ജെറാഡിനോട് മൈക്ക് പറയാണ്, അതൊന്നും വേണ്ട, ഞാൻ നിങ്ങളോട് പറഞ്ഞ റൂം ഏതാണോ 1408 അത് തന്നെ എനിക്ക് വേണം. ഇതേ സമയത്ത് തന്നെ ജെറാഡ് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ അല്പം വാശിയുള്ള കൂട്ടത്തിലാണല്ലേ, എന്തിനാണ് വെറുതെ ആ ഒരു റൂം തന്നെ, ഇതിനേക്കാൾ നല്ലതായിട്ടുള്ള വേറെയും റൂമുകൾ ഞാൻ തരാം എന്ന് നമ്മുടെ വായിക്ക് ഒരേറ്റ വാശിയാണ്. അതേ റൂം 1408 അത് തന്നെ വേണം. ഓക്കെ, നിങ്ങൾക്ക് എത്ര നേരത്തേക്കാണ് ആ ഒരു റൂം വേണ്ടത്? ഇത് ചോദിച്ച സമയത്ത് മൈക്ക് പറയാണ്, അത് പിന്നെ സാധാരണയായിട്ട് ഒരു ദിവസത്തേക്ക് തന്നെ. അല്ല, ഞാനിങ്ങനെ ചോദിക്കാൻ കാരണമുണ്ട്, ഒരാൾ പോലും ഒരു മണിക്കൂറുകൾ കൂടുതലായിട്ട് ആ ഒരു റൂമിൽ നിന്നിട്ടില്ല. ഈ ഹോട്ടലിന്റെ മാനേജർ ആയിട്ടുള്ള ജെറാഡ് പരമാവധി ആ ഒരു റൂമിനെ കുറിച്ചുള്ള ഭീകരത നമ്മുടെ മൈക്കിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ മൈക്ക് പറയാണ്, എടാ ജെറാഡേ, നിങ്ങളുടെ ഹോട്ടലിന്റെ ഒരു തന്ത്രമല്ലേ ഇത്? ഇതുപോലെയുള്ള ഒരു കഥ അതങ്ങോട്ട് പടച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ വേൾഡ് മുഴുവനായിട്ട് ഈ ഒരു ഹോട്ടൽ ഫേമസ് ആവുമല്ലോ, അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് വരുമല്ലോ. ഇതേ സമയത്ത് തന്നെ ജെറാഡ് പറയുന്നത്, ഞങ്ങൾ ഓവറായിട്ട് ഒരു പരസ്യമോ കാര്യങ്ങളോ ചെയ്യുന്നില്ല, നമ്മൾ അത്ര ഫേമസ് പോലും ഇല്ല.
എന്നിട്ടും ഇവിടെ നിറയെ ആളുകളാണ് എല്ലാ ദിവസവും. എന്റെ പേടി ഞങ്ങളുടെ ഹോട്ടലിന്റെ കാര്യത്തെ കുറിച്ച് ആലോചിച്ചിട്ട് മാത്രമല്ല, നിങ്ങളുടെ ജീവൻ അതിൽ എനിക്കൊരു ഉത്തരവാദിത്വം ഇല്ലേ? കാരണം ഞാൻ ഇവിടെ വന്ന് ജോയിൻ ചെയ്തതിനു ശേഷം 8ഓളം പേരാണ് മരിച്ചിട്ടുള്ളത്. ഈ ഹോട്ടലിന്റെ പൂർണ്ണമായിട്ടുള്ള ചരിത്രം അതെടുത്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് ആൾക്കാരാണ്. ജനലിലൂടെ എടുത്ത് ചാടി 7 പേര്, ഓവർഡോസ് ആയിട്ട് മയക്കുമരുന്ന് കയറ്റി ഒരു 10 പേര്, അതുപോലെ തന്നെ തൂങ്ങി മരിച്ചുകൊണ്ട് ഒരു 7 പേര്, ടോട്ടലായിട്ട് പറയുകയാണെങ്കിൽ ഒരു 56-60 പേരെങ്കിലും ഇവിടെ വെച്ച് മരിച്ചിട്ടുണ്ടാവും. അതിൽ തന്നെ രേഖകളിൽ ഇല്ലാത്ത മരണങ്ങൾ അത് വേറെയുണ്ട്. ആ മരണത്തിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കണ്ടിട്ട് ഞങ്ങൾ തന്നെ ചിലപ്പോൾ ഞെട്ടിപ്പോവാറുണ്ട്. കാരണം ഹൃദയാഘാതം വന്ന് ചില ആൾക്കാർ വെള്ളത്തിൽ പൂർണ്ണമായിട്ട് മുങ്ങി മരിച്ച് ആ രീതിയിലൊക്കെ. ഇത് കേട്ടപ്പോൾ മൈക്ക് അങ്ങനെ ചിരിക്കുകയാണ്. ആ റൂമിൽ വെച്ച് മുങ്ങി മരിക്കാനോ? കെട്ടുകഥകളുടെയും എന്താ പറയാ, ആൾക്കാരെ പറ്റിക്കാനായിട്ട് ഒരുപാട് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലേ. ഇങ്ങനെ ഈ ഒരു ജെറാഡിനെ ചൊടിപ്പിക്കുന്ന രീതിയിൽ മൈക്ക് സംസാരിക്കുമ്പോൾ ജെറാഡ് അവന് കുടിക്കാനായിട്ട് ഒരു മദ്യം കൊടുക്കണം. അതെന്തോ നല്ല രുചി ഉണ്ടായിരുന്നു കേട്ടോ. മൈക്ക് അത് കഴിക്കുകയും ചെയ്തു. ഇതിനുശേഷം അവൻ നിർബന്ധിക്കുകയാണ് എനിക്ക് ആ റൂമിന്റെ ചാവി വേണമെന്ന് പറയാണ്. അങ്ങനെ അവന്റെ കയ്യിൽ ആ ഒരു ചാവി കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു റൂമിന് മാത്രമേ ചാവിയുള്ളൂ, ബാക്കി എല്ലാത്തിനും കാർഡാണ്. അതെന്താ ഇതിന് മാത്രം ഇങ്ങനെയെന്ന് നമ്മുടെ മൈക്ക് ചോദിച്ചപ്പോൾ അവിടെ ആ ഒരു കാർഡൊന്നും വർക്ക് ചെയ്യുന്നില്ല. അപ്പൊ ജെറാഡിനോട് മൈക്ക് ചോദിക്കുകയാണ്, അപ്പൊ നിങ്ങളും പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നുണ്ടല്ലേ ആ മുറിയിൽ പ്രേതവാദി ഉണ്ടെന്ന്? ഇപ്പൊ ജെറാഡ് പറയാണ്, ഞാൻ അങ്ങനെയല്ല പറയുന്നത്, ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നുമില്ല. പ്രശ്നക്കാരൻ പുറത്തുള്ള ഒരു ആത്മാവോ മറ്റൊന്നുമല്ല, ആ മുറി തന്നെയാണ് കൊലയാളി. എന്തായാലും പിന്നീട് ഇവര് മുകളിലേക്ക് പോകുന്ന സമയത്ത് ഈ മൈക്ക് ചോദിക്കുകയാണ്, അല്ല ഇതിന്റെയൊക്കെ ഓണേഴ്സിന് താല്പര്യം ഉണ്ടാവുമല്ലേ ഇതുപോലുള്ള ആ ഒരു കെട്ടുകഥ ഇവിടെ ഇങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട്? ഇപ്പൊ ജെറാഡ് പറയാണ്, ഇതിന്റെ ഓണേഴ്സിനൊന്നും അങ്ങനത്തെ ഒരു താല്പര്യമില്ല. സത്യം പറയുകയാണെങ്കിൽ ഇങ്ങനത്തെ ആ ഒരു നിലയുണ്ടല്ലോ 13ാമത്തെ ഫ്ലോർ, അതുണ്ട് എന്ന് പോലും അങ്ങോട്ടേക്ക് ആക്സസ് വരെ ഇവർ കൊടുക്കാറില്ല. അതായത് 12ാമത്തെ നില കഴിഞ്ഞാൽ നേരെ 14ാമത്തെ നിലയിലേക്ക് എത്തുള്ളൂ. 13ാമത്തെ നിലയിലേക്ക് ആർക്കും പോകാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ അവിടെ മുഴുവനായിട്ടും വൃത്തികേടായി കിടക്കുമല്ലേ. ഇപ്പൊ ജെറാഡ് പറയാണ്, ഒരിക്കലും അതുമില്ല, ഞങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. മാസത്തിൽ ഒരിക്കൽ പോയിട്ട് നന്നായിട്ട് ആ ഒരു ഫ്ലോർ മുഴുവനായിട്ടും ക്ലീൻ ചെയ്യും. മാത്രമല്ല ജെറാഡ് ഭീകരമായിട്ടുള്ള മറ്റൊരു കാര്യം കൂടെ മൈക്കിന് പറയുന്നുണ്ട്. മൈക്കേ, ഞാനൊരു കാര്യം കൂടെ പറയട്ടെ. ഏറ്റവും ഹോറിബിൾ ആയിട്ടുള്ള ഒരു കാര്യം, അതായത് ആദ്യം തന്നെ ആ ഒരു റൂമിൽ കയറിയ ആള് അത്യാവശ്യം റിച്ച് ആയിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള ഒരു ടൈലറാണ്. ഇയാളാണ് ആദ്യമായിട്ട് ഈ ഒരു റൂം ബുക്ക് ചെയ്ത് ഇതിന്റെ ഉള്ളിലേക്ക് വന്നത്. കുറച്ചധികം വർഷങ്ങളായി. എന്നാൽ അധികം സമയം വൈകിയില്ല, ഈ ഒരു മനുഷ്യൻ ഇയാളുടെ കഴുത്ത് സ്വയം അറുത്തു കളഞ്ഞു. പിന്നീട് എന്തുകൊണ്ടെന്നറിയില്ല, ആ ഒരു സമയത്ത് ഈ ഒരു മനുഷ്യൻ സ്വന്തം കഴുത്ത് സൂചിയും നൂലും വെച്ച് തുന്നിയിട്ടുണ്ടായിരുന്നു. അമാനുഷികമാണ്. അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് ഞങ്ങൾക്കൊന്നും പ്രവചിക്കാൻ വരെ കഴിയുന്നില്ല. അതുപോലെ തന്നെ മാസത്തിൽ ഒരിത്തിരി നേരം മാത്രമേ ഞങ്ങൾ അത് ക്ലീൻ ചെയ്യാൻ വേണ്ടി അങ്ങോട്ടേക്ക് പോവാറുള്ളൂ. ആ സമയത്ത് തന്നെ ഒരു വേലക്കാരി ഒരു ഇച്ചിരി നേരം ആ റൂമിന്റെ ഉള്ളിൽ ഒന്ന് പെട്ടുപോയി. പിന്നീട് സംഭവിച്ചത് ഇതേ സമയത്ത് തന്നെ മൈക്ക് പറയുന്നുണ്ട്, ഓഹോ അവര് മരിച്ചു പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ വേറെ എന്ത് സംഭവിക്കുക, ആ ഒരു കഥയല്ലേ നിങ്ങൾ പറയാൻ നിൽക്കുന്നത് എന്ന്. ഇതേ സമയത്ത് തന്നെ ജെറാഡ് പറയാണ്, അവര് മരിച്ചില്ല മൈക്ക്. അവരുണ്ടായിരുന്ന ആ ഒരു 10 നിമിഷം ഉണ്ടല്ലോ, അവരുടെ ആ ഒരു കണ്ണുകളുടെ കാഴ്ച നഷ്ടമായി. അത് അവര് സ്വയം കുത്തി നശിപ്പിച്ചതാണ്. അങ്ങനെ അവസാനം മൈക്ക് 13ാമത്തെ ആ ഒരു ഫ്ലോറിലേക്ക് എത്തി അങ്ങോട്ടേക്ക് ഇറങ്ങാൻ നിൽക്കുമ്പോൾ അവസാനമായിട്ട് ജെറാഡ് പറയാണ്, മൈക്ക് ഇത് വേണ്ട, നിങ്ങൾ തിരിച്ചു ഒരിത്തിരി സ്നേഹം നിങ്ങളോട് മനസ്സിലുണ്ട്, അതുകൊണ്ടാ പറയുന്നത്. എന്നാൽ ചെറിയൊരു പരിഹാസത്തോടു കൂടി ഈ ജെറാഡിനെ നോക്കി ചിരിച്ചിട്ട് മൈക്ക് നേരെ മുന്നോട്ടേക്ക് നടക്കുകയാണ്. വിജനമായിട്ടുള്ള ഒരു വരാന്ത, ചുറ്റും ആരുമില്ല. മുന്നോട്ടേക്ക് നടക്കുന്ന സമയത്ത് ഈ മൈക്കിന്റെ കയ്യിൽ ജെറാഡ് ഇവിടെ നടന്ന മരിച്ച ആൾക്കാരുടെ ആ ഒരു ഫയൽ അത് അവന്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. ഭീകരമായിട്ടുള്ള വിചിത്രമായിട്ടുള്ള പല ചിത്രങ്ങളും അതിലുണ്ടായിരുന്നു. എന്നാൽ ഇതൊന്നും കണ്ട് പിന്മാറാതെ മൈക്ക് മുന്നോട്ടേക്ക് തന്നെ അവസാനം ആ ഒരു റൂമിന്റെ അരികിലേക്ക് എത്തുകയാണ്. 14-08. ആ മുറി തുറന്നു, അതിന്റെ ഉള്ളിലേക്ക് കയറി. എന്നാൽ മൈക്കിന് പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നില്ല. ഇതെപ്പോഴും ഞാൻ കാണുന്നത് പോലെ തന്നെയല്ല, നോർമൽ ആയിട്ടുള്ള റൂം, പ്രത്യേകിച്ച് ഒന്നും ഇല്ലല്ലോ. ഇത് വെറുതെ കെട്ടുകഥകളെ കൊണ്ട് ആൾക്കാരെ പേടിപ്പിക്കാനായിട്ട് ഞാൻ എന്റെ ബുക്കിൽ ഇതിനെക്കുറിച്ച് എഴുതും, ഒരു കുഴപ്പമില്ലാന്ന്. അപ്പൊ തീരുമല്ലോ ഇവരുടെ ഹോട്ടലിലെ ഈ ഒരു പരിപാടി. അങ്ങനെ പിന്നീട് മൈക്ക് അവന്റെ ആ ഒരു വസ്തുക്കളും കാര്യങ്ങളൊക്കെ ടേബിളിലും കിടക്കയിലൊക്കെ ആയിട്ട് വെക്കുന്നുണ്ട്. ഇതിനുശേഷം അവന്റെ ആ ഒരു റെക്കോർഡിംഗ് ഡിവൈസ് എടുത്തുകൊണ്ട് ഇവിടെ അവൻ എക്സ്പീരിയൻസ് ആവുന്ന കാണുന്ന കാഴ്ചകൾ ഇതൊക്കെ ഒന്ന് അവൻ റെക്കോർഡ് ചെയ്യാൻ ആരംഭിക്കുകയാണ്. അതായത് ഈ ഹോട്ടലിന്റെ മാനേജർ ആയിട്ടുള്ള ജെറാഡ് വന്നപ്പോ തന്നെ ഒരുപാട് കഥകൾ പറഞ്ഞു തന്നു. ആ കഥകളൊക്കെ ഒരു നല്ല ഹോറർ എലമെന്റ് ഉണ്ടായിരുന്നു. ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ അത്യാവശ്യം മനസ്സിന് പേടിപ്പിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. എനിക്ക് നല്ലോണം ഏറ്റു കേട്ടോ. പക്ഷേ ഈ ഒരു റൂമിലേക്ക് ഞാൻ എത്തിയതിനു ശേഷം എല്ലാം പഴയതുപോലെ തന്നെ, പ്രത്യേകിച്ച് ഒന്നും ഇവിടെ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഭയമില്ലാതെ ഓരോ കാര്യങ്ങൾ മൈക്ക് അങ്ങനെ പറഞ്ഞ് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ടേബിളിലായിട്ട് ഒരു ബൈബിള് കാണുന്നുണ്ട്. എങ്ങനെയാണോ മൈക്കിന് ഇതുപോലെയുള്ള പ്രേതങ്ങളിലോ ഭൂതങ്ങളിലോ സൂപ്പർ നാച്ചുറൽ പവറിലോ വിശ്വാസം ഇല്ലാത്തത്, അതുപോലെ തന്നെ ദൈവത്തിലും വിശ്വാസമില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ബൈബിള് ഭയങ്കര സില്ലി ആയിട്ട് തന്നെ അവൻ ആ ഒരു ടേബിളിലേക്ക് വെക്കുകയാണ്. പിന്നെ ആ ഒരു റൂമിൽ നോക്കുമ്പോൾ ഒരു പഴയ കിടക്ക, അതിൽ ആ ഒരു ബെഡ്, അലമാറ, കുറച്ചധികം വസ്തുക്കൾ, അതുപോലെ തന്നെ ചുമരിലായിട്ട് ഒരു പ്രത്യേകതരം പഴയ ചിത്രം, ഒരു ഫോട്ടോ ഫ്രെയിമാണ്. ഒരു കടല്, അതിൽ നിൽക്കുന്ന ഒരു കപ്പല് കാണുമ്പോൾ തന്നെ കുറച്ച് വിചിത്രമായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. ഇതിനുശേഷം നമ്മുടെ മൈക്ക് ബാത്റൂമിലേക്ക് പോവാണ്. അത്യാവശ്യം ആ ഒരു ടിഷ്യൂവും കാര്യങ്ങളൊക്കെ വലിച്ചൂരിയിട്ട് ഒന്ന് ഫ്രഷ് ആവുന്നുണ്ട്, മുഖമെല്ലാം ഒന്ന് തുടച്ചിട്ട്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ച് ആ ഒരു റൂമിലേക്ക് വന്ന് നോക്കുന്ന സമയത്ത് ഇവന്റെ ആ ഒരു ബെഡിലെ തലയാണയിൽ 2 ചോക്ലേറ്റിന്റെ പീസുകൾ. ഇതെങ്ങനെ, ഞാൻ വെച്ചതല്ലല്ലോ ഇത്. അപ്പൊ ആരോ ഇങ്ങോട്ടേക്ക് കയറിയിട്ടുണ്ട്, അല്ലാതെ ബോധമൊന്നും കൊണ്ടുവന്ന് ഇതുപോലെ ചോക്ലേറ്റ് വെക്കില്ലല്ലോ. അടിപൊളി അടിപൊളി. പ്രേതമായിട്ടുള്ള റൂം സർവീസ് ചെയ്യുന്ന ഒരാൾ. എന്തായാലും ഇതിന്റെ രഹസ്യം ഞാൻ കണ്ടുപിടിക്കും. അവൻ എന്തായാലും ചുറ്റും പരിശോധിക്കുകയാണ്. ഇതിന്റെ ഉള്ളിലേക്ക് ഏതിലൂടെയാണ് കടന്നു വന്നത്, എവിടെയാണ് ഈ വന്ന ആൾ ഒളിച്ചിരിക്കുന്നത്, എവിടെ നോക്കിയിട്ടും ആരെയും കാണാൻ കഴിഞ്ഞില്ല. ഈ സമയത്ത് തന്നെ മൈക്ക് നേരെ ബാത്റൂമിലേക്ക് ചെന്ന് നോക്കുമ്പോൾ നേരെ
നേരത്തെ നോർമലായിട്ട് അവൻ വലിച്ചു ഊരിയെടുത്ത ആ ഒരു ടിഷ്യൂ ഉണ്ടല്ലോ, അതിന്റെ അഗ്രഭാഗം നല്ല വൃത്തിയിൽ ആരോ ഒന്ന് മടക്കി വെച്ചിട്ടുണ്ട്. അതിനർത്ഥം ആരാണ്? റൂം ക്ലീൻ ചെയ്യാൻ അറിയുന്ന നല്ലൊരാൾ തന്നെ ഇവിടെ വന്നിട്ട് ഈ പരിപാടി ഒപ്പിച്ചിട്ട് പോയതാണ്. എന്തായാലും ഞാൻ അയാളെ കണ്ടുപിടിക്കും. ആ ഒരു ഉദ്ദേശത്തിൽ മൈക്ക് അങ്ങനെ തപ്പുന്ന സമയത്താണ് അവൻ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. ഈ റൂമിന്റെ ടെമ്പറേച്ചർ, ചൂട് അത് വല്ലാത്ത രീതിയിൽ കൂടിക്കൂടി വരികയാണ്. നോക്കുമ്പോൾ എന്താ, ഈ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുന്ന ഒരു മെഷീൻ ഉണ്ടല്ലോ, തണുപ്പുള്ള രാജ്യങ്ങളിൽ ഇങ്ങനെ ഒരു സാധനം ഉണ്ടാവും. ഓക്കെ, അപ്പൊ ആ ഒരു സാധനം കംപ്ലൈന്റ് ആയതുകൊണ്ടാണ് ഈ രീതിയിൽ ചൂട് ഇങ്ങനെ വല്ലാതെ കൂടിക്കൂടി വരുന്നത്. പെട്ടെന്ന് തന്നെ റിസപ്ഷനിലേക്ക് മൈക്ക് വിളിക്കുകയാണ്. എന്നാൽ ഫോൺ എടുത്ത പാട് അവിടെ ഉണ്ടായിരുന്ന ലേഡി ചോദിക്കുന്നത്, സാറേ നിങ്ങൾ ചെക്കൗട്ട് ചെയ്യാൻ പോവല്ലേ? ഇത് കേട്ടപ്പോൾ തന്നെ മൈക്ക് പറയാണ്, നിങ്ങളുടെ അടവ് നിങ്ങൾ അവിടെ വെച്ചോ, എനിക്ക് ഇവിടെ ഭയങ്കരമായിട്ട് ചൂട് കൂടുന്നുണ്ട്, ഒരു മെക്കാനിക്കിനെ ഇങ്ങോട്ടേക്ക് വിടുന്നു പറയണം. ഓക്കെ സാറേ, ഞങ്ങൾ അങ്ങോട്ടേക്ക് വിടാന്ന് പറയുന്നുണ്ട്. എന്തായാലും ഈ ഒരു ഗ്യാപ്പിന് അവിടെ ഉണ്ടായിരുന്ന ലൈറ്റും കാര്യങ്ങളൊക്കെ ഓഫ് ആക്കിയിട്ട് മൈക്കിന്റെ കയ്യിൽ ചില അൾട്രാ വയലറ്റ് ലൈറ്റുകൾ പുറപ്പെടുവിക്കുന്ന അങ്ങനത്തെ ആ ഒരു ടോർച്ചുകളൊക്കെ ഉണ്ട്. ഇതെല്ലാം വെച്ച് റൂം മുഴുവനായിട്ടൊന്ന് അടിച്ചു നോക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ റൂമിന്റെ പല ഭാഗത്തായിട്ട് ഈ ബ്ലഡിന്റെ കറയുണ്ടല്ലോ, ചോരക്കറ, അത് പല സ്ഥലത്തായിട്ട് കാണുന്നുണ്ട്. അതായത് ഈ റൂമിൽ ഒരുപാട് പേര് വന്നിട്ടുമുണ്ട്, അവർ മരിച്ചിട്ടുമുണ്ട്. ഇതിനൊക്കെ പ്രത്യേകമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഒരു കാരണം ഉണ്ടാവും. എന്തായാലും മരിച്ച ആൾക്കാരുടെ ആ ഒരു രക്തം എത്ര തുടച്ചു കളഞ്ഞാലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഉണ്ടാവുമല്ലോ. ഈ ബ്ലൂ ലൈറ്റിൽ നോക്കുന്ന സമയത്ത് നമ്മുടെ മൈക്കിന് ഇതെല്ലാം കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ നേരത്തെ ഒരു ഫ്രെയിം, ഫോട്ടോ ഫ്രെയിം കണ്ടിട്ടുണ്ടായിരുന്നില്ല ചുമരില്, ഈ കടല്, അതുപോലെ തന്നെ അതിൽ നിൽക്കുന്ന ഒരു കപ്പല്, ആ ഒരു ഫോട്ടോ ഫ്രെയിം നേരത്തെ ലെവലിൽ നിൽക്കുകയായിരുന്നു. എന്നാൽ അതിനിപ്പോ എന്തോ ഒരു ചെരിവ് പോലെ. ഇതേ സമയത്ത് സത്യം പറയുകയാണെങ്കിൽ മൈക്കിന്റെ ഉള്ളിലേക്ക് ചെറിയൊരു ഭയവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്നാൽ മൈക്ക് അവന്റെ ആ ഒരു റെക്കോർഡിംഗ് മെഷീൻ എടുത്തിട്ട് അതിലേക്ക് ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് വെക്കുന്നുണ്ട്. എനിക്ക് പല രീതിയിലുള്ള ഇലൂഷൻസ് വന്നു പോകുന്നുണ്ട് കേട്ടോ. അതായത് എന്റെ ഉള്ളിലേക്ക് വരെ ഇതൊന്നും ഇല്ലാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, എന്നിട്ടും എന്റെ ഉള്ളിലേക്ക് ഈ രീതിയിൽ ഭയങ്ങൾ വന്നു പോകുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കി, ഇവിടെ അവരുണ്ടാക്കി വെച്ച ആ ഒരു ആംബിയൻസ്, അതിന്റെ ആ ഒരു പവർ എത്രത്തോളാണെന്ന്. കുറച്ച് കഴിഞ്ഞപ്പോൾ കോണിംഗ് ബെൽ അടിക്കാണ്. സത്യം പറയുകയാണെങ്കിൽ ആ ഒരു ശബ്ദം കേട്ട് മൈക്കൊന്ന് ഞെട്ടി പോകുന്നുണ്ട്. കാരണം ആ ഒരു ആംബിയൻസ് ആ രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. വാതിൽ തുറന്നു കൊടുക്കുകയാണ്. ഇപ്പൊ മെക്കാനിക്കിനോട് ഉള്ളിലേക്ക് വരാൻ പറയുമ്പോൾ ഇയാൾ കൊന്നാ കയറോ? ഇല്ല, ഞാൻ കയറൂല സാറേ, അവിടെ തന്നെ ആ ഒരു മെഷീൻ ഉണ്ട്, സിമ്പിൾ ആയിട്ട് നന്നാക്കാൻ ഞാൻ പറഞ്ഞു തരാന്ന് പറയാണ്. അങ്ങനെ ഈ ഒരു മെക്കാനിക്ക് പറയുന്നത് പോലെ മൈക്ക് ഇത് നേരെയാക്കുകയാണ്. ഓക്കെ, റെഡി ആയിട്ടുണ്ട്. ഒരു നന്ദി പറയാൻ വേണ്ടി തിരിഞ്ഞു നോക്കുമ്പോഴേക്കും മെക്കാനിക്ക് സ്ഥലം വിട്ടിട്ടുണ്ട്. ഒരാൾ പോലും മര്യാദയ്ക്ക് ഇവിടെ നിൽക്കില്ല, പേടിയാണ് എല്ലാവർക്കും. എന്തായാലും പിന്നീട് ഒരു ഇച്ചിരി ഡ്രിങ്ക്സ് എല്ലാം കഴിച്ചുകൊണ്ട് ബെഡിൽ കിടക്കുന്ന സമയത്ത് മൈക്ക് പെട്ടെന്നൊരു കാര്യം കേട്ട് ഞെട്ടുകയാണ്. അതായത് തൊട്ടടുത്ത് തന്നെ ഒരു പഴയ റേഡിയോ ഉണ്ടായിരുന്നു. ഇതൊന്നൊരു പെട്ടെന്നൊരു ശബ്ദം വന്നിട്ട് ആകൊന്ന് ഷോക്കായി പോകുന്നുണ്ട്. പെട്ടെന്ന് തന്നെ പിന്നീട് ആ ഒരു റേഡിയോ ഓഫ് ആക്കാൻ നോക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ആ റേഡിയോയിൽ ഒരു ടൈമർ ഓൺ ആവുന്നുണ്ട്, 60 മിനിറ്റ്. അതങ്ങനെ പതിയെ പതിയെ കുറഞ്ഞു വരികയാണ്. അതായത് 59, 50 അങ്ങനെ കുറഞ്ഞു വരികയാണ്. ഇതേ സമയത്ത് തന്നെ ഇവിടുത്തെ ആ ഒരു ജനൽ മൈക്ക് കാണുന്നുണ്ട്. ഈ മുകളിലേക്ക് പൊക്കാനും താത്താനും പറ്റുന്ന രീതിയിലുള്ള ഒരു ജനലാണത്. പതിയെ ഇത് പൊക്കി താഴേക്ക് നോക്കുന്നുണ്ട്. എന്തോ നമ്മുടെ മൈക്ക് ഉണ്ടാക്കുന്ന ശബ്ദമൊന്നും പുറത്തു പോവാത്തതുപോലെ അവന് തോന്നുകയാണ്. അവന് തന്നെ ഈ ശബ്ദങ്ങളൊന്നും കേൾക്കാൻ കഴിയുന്നില്ല. പിന്നെ 13ാമത്തെ നിലയല്ലേ, അത്യാവശ്യം ഉയരത്തിലാണ്. താഴെ കൊച്ചപ്പാടും വെള്ളം ഉണ്ടാക്കിയാൽ ആരും കേൾക്കാനും പോകുന്നില്ല. എന്തെങ്കിലും ആവട്ടെ, നാളെ രാവിലെ പോവാലോ, പ്രത്യേകിച്ച് ഒന്നും ഇവിടെ ഇല്ലാന്ന് തെളിയിക്കും വേണം എനിക്ക്. ഇതും പറഞ്ഞ് പുറത്തേക്ക് ഇട്ട തല ഉള്ളിലേക്ക് വലിക്കുകയാണ്. എന്നാൽ അപ്പൊ തന്നെ ഈ ജനൽ പൊക്കി വെക്കാൻ പറ്റുന്നതാണല്ലോ, ഇത് താഴേക്കങ്ങ് വീഴാണ്. അതിന്റെ ഇടയിൽ കൈ കുടുങ്ങി നമ്മുടെ മൈക്ക് വല്ലാതെ വേദനിച്ച് നിലവിളിക്കുന്നുണ്ട്. പിന്നെ ആ ഒരു രക്തം കഴുകാനായിട്ട് ബാത്റൂമിലേക്ക് ചെല്ലുകയാണ്, വാഷ് ബേസിൽ നിന്ന്. ഇതങ്ങനെ കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ തണുത്ത വെള്ളം പെട്ടെന്ന് ചൂടുവെള്ളമായി മാറുകയാണ്. അവന് വല്ലാതെ വേദനിച്ചു, കൈ മുറിയും ചെയ്തു, അതിന്റെ പുറമെ ചൂടുവെള്ളം. പിന്നെ എങ്ങനെയൊക്കെയോ തുണി വെച്ചൊന്ന് കഴുകി കെട്ടിയെടുത്ത് ഇതേ സമയത്ത് തന്നെ ആ റേഡിയോ വീണ്ടും ശബ്ദം ഉണ്ടാക്കുകയാണ്. ആകെ ദേഷ്യം വന്ന മൈക്ക് ഈ റേഡിയോയുടെ ആ ഒരു വയറുണ്ടല്ലോ ഇതങ്ങോട്ട് വലിച്ചു വരുന്നുണ്ട്. എന്നിട്ടും ഇത് വർക്ക് ചെയ്യാണ്. ഇതേ സമയത്ത് തന്നെ ഒരു ഫോൺ കോൾ വരുന്നുണ്ട്. ആ കോൾ ഇപ്പൊ മൈക്ക് അറ്റൻഡ് ചെയ്തു. ഇതേ സമയത്തിന് അപ്പുറ ഭാഗത്തുനിന്ന് സംസാരിക്കുകയാണ്, സാറേ നിങ്ങൾ പറഞ്ഞതുപോലെ ഒരു സാൻഡ്വിച്ച് ഇപ്പം വരും കേട്ടോ, പക്ഷെ ഒരു ഇച്ചിരി വൈകി ഒരു 10 മിനിറ്റ്. ഇതേ സമയത്ത് തന്നെ മൈക്ക് ചോദിക്കുകയാണ്, സാൻഡ്വിച്ചോ? ഞാൻ അങ്ങനെ ഒന്നും ഓർഡർ ചെയ്തിട്ടില്ലല്ലോ. അതുപോലെ തന്നെ എനിക്ക് മതിയായി, ഈ റൂമിൽ ഇനി എനിക്ക് നിൽക്കണ്ട, ഇവിടുന്ന് പോകണം, ഞാൻ തോറ്റു, സമ്മതിച്ചിരിക്കുന്നു. ഓ സാറേ, അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ മാനേജറായിട്ടുള്ള ജെറാർഡുമായിട്ട് സംസാരിച്ചോ? ഓക്കെ, എനിക്ക് അവനോട് തന്നെയാണ് സംസാരിക്കേണ്ടത്. എന്നാൽ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുന്ന അപ്പുറ ഭാഗത്തുനിന്ന് പറയാണ്. അങ്ങനെ ജെറാർഡിനെയും വെയിറ്റ് ചെയ്തുകൊണ്ട് മൈക്ക് കുറേ നേരം ഫോണിൽ അങ്ങനെ ഇരിക്കുന്നുണ്ട്. എന്നാൽ ഈ ഹോട്ടലിനെ കുറിച്ചുള്ള ഓരോ കാര്യങ്ങൾ പറയല്ലാതെ ജെറാർഡ് ഇങ്ങോട്ടേക്ക് വന്ന് ഇവനോട് സംസാരിക്കുന്നില്ല. ഇപ്പൊ സത്യം പറയുകയാണെങ്കിൽ മൈക്കിന് നല്ല രീതിയിൽ തന്നെ ഭ്രാന്തളകുകയാണ്. അവനിങ്ങനെ ഉറക്കനെ വിളിച്ചു പറയുന്നുണ്ട്, എടോ എനിക്ക് മടുത്തു, ഞാൻ തോറ്റു, ശരി ശരി, എന്നെ നിങ്ങൾ ഇവിടുന്ന് വിട്, എനിക്ക് ചെക്കൗട്ട് ചെയ്യണം. ഇതൊന്നും ആരും കേൾക്കാത്തത് കൊണ്ട് തന്നെ ആ ഒരു ഡോറ് പോയിട്ട് മൈക്ക് തന്നെ തുറക്കാൻ നിൽക്കുകയാണ്. പക്ഷെ ഇത് തുറക്കാൻ കഴിയുന്നില്ല. താക്കോലിട്ട് തുറക്കാൻ നോക്കി, എന്നിട്ടും തുറക്കുന്നില്ല. ഈ താക്കോല് പൊട്ടിപ്പോവാണ്. ഇതിന്റെ ബാക്കിയുള്ള കഷ്ണം എങ്ങോട്ടോ വലിഞ്ഞു പോകുന്നുണ്ട്. ആകെ കൂടി ടെൻഷൻ ഉച്ചിയിലെത്തിയ നമ്മുടെ ഈ ഒരു മൈക്ക് ഉണ്ടല്ലോ, അവന്റെ കൈയും കാലെല്ലാം വെച്ച് ഈ ഒരു ഡോറിനിട്ട് അടിച്ചു പൊളിക്കാനൊക്കെ നോക്കുന്നുണ്ടെങ്കിലും പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല. ഇതേ സമയത്ത് തന്നെ മൈക്ക് നിൽക്കുന്ന ഈ ഒരു മുറി ഉണ്ടല്ലോ, ഇതിന്റെ ആ ഒരു ജനാലയുടെ നോക്കിയപ്പോൾ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ബിൽഡിംഗ് കാണുന്നുണ്ട്. അതിന്റെ ജനാലയിൽ ഒരാൾ ഇരിക്കുന്നതും കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മൈക്ക് പരമാവധി ഒച്ച വെച്ച് ഇയാളോട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ ഇതേപോലെ ഇവിടെ പെട്ടുകിടക്കുകയാണ്, പോലീസിനെയും കൂട്ടി വന്ന് എന്നെ ഒന്ന് രക്ഷപ്പെടുത്തുമെന്ന് ചോദിച്ചിട്ട്. അപ്പൊ ഇതിങ്ങനെ ആംഗ്യ ഭാഷയിലാണല്ലോ പറയുന്നത്. എന്നാൽ മൈക്ക് എങ്ങനെയാണോ ആംഗ്യ ഭാഷയിൽ ഇയാളോട് കാണിക്കുന്നത്, ഒരു കണ്ണാടിയിൽ നമ്മൾ ഈ വെച്ച് കാണിച്ചാൽ എങ്ങനെയാണ്, അതുപോലെ തന്നെ ഇയാളും അതുപോലെ തന്നെ മൈക്ക് കാണിക്കുന്നത് പോലെ ആക്ഷൻ കാണിക്കുകയാണ്. ഇപ്പൊ എന്തോ ഒരു സംശയം തോന്നി മൈക്ക് ഒരു ലാമ്പ് എടുത്ത് സ്വയം അവന്റെ മുഖത്തേക്ക് അടിച്ചു നോക്കുമ്പോൾ ആ ആളും അതുപോലെ തന്നെ ലാമ്പ് എടുത്ത് അയാളുടെ മുഖത്ത് അടിച്ചു നോക്കുകയാണ്. അപ്പോഴാണ് ഞെട്ടിക്കുന്ന ആ ഒരു കാര്യം മൈക്ക് മനസ്സിലാക്കുന്നത്. ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ മറ്റാരും അല്ലാതെ അവൻ തന്നെയാണ്. മാത്രമല്ല ആ നിൽക്കുന്ന ആളുടെ പിന്നിലൂടെ ഒരു കോടാലി എടുത്തുകൊണ്ട് ഇയാളെ വെട്ടാനായിട്ട് ഒരു വൃദ്ധ വരികയാണ്.
ആകെ ഞെട്ടിപ്പോയ മൈക്കിന് മനസ്സിലായി അവന്റെ പിന്നിലും ആരോ ഒരാളുണ്ടെന്ന്. ആകെ പേടിച്ച് വിറച്ച് മുറിയുടെ ഒരു ഭാഗത്ത് പോയിട്ട് അങ്ങനെ ഒതുങ്ങി കൂടി വിറച്ചുകൊണ്ടിരിക്കുകയാണ് അവന്. ഇതേ സമയത്ത് മൈക്ക് ഒരു വിളി കേൾക്കുകയാണ്. അച്ഛാ, ഇത് അച്ഛന്റെ മോളാണ്, കാറ്റലിൻ. ഇത് കേട്ട സമയത്ത് മൈക്ക് ആകെ ഞെട്ടി തരിച്ചു പോവാണ്. കാരണം കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ക്യാൻസർ വന്ന് അദ്ദേഹത്തിന്റെ മകളായിട്ടുള്ള കാറ്റലിൻ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. ഇതുകൂടെ ആയ സമയത്ത് മൈക്ക് ഉണ്ടല്ലോ അവന്റെ തലക്കെട്ട് ഇങ്ങനെ അടിക്കുകയാണ്. എന്റെ ബോധം, ഇതൊക്കെ എന്റെ ഒരു തോന്നലാണ്, വീണ്ടെടുക്കടാ, നിന്റെ ഈ ഒരു മിഥ്യാധാരണയെ ഒഴിവാക്ക്, നിനക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. സോ നീ വേക്കപ്പ്, എഴുന്നേൽക്ക്. അവന്റെ ആ ഒരു സ്വബോധത്തെ അവൻ തിരിച്ചു പിടിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ മൈക്ക് ചുറ്റും നോക്കുന്നുണ്ട്. ഇത് ആരും ഒരാൾ മനഃപൂർവ്വം ചെയ്യുന്നതാണ്. അങ്ങനെ നോക്കുന്നതിന്റെ ഇടയിൽ ഈ മുറിയുടെ മുകൾ ഭാഗത്തായിട്ട് ഒരു ക്യാമറ വെച്ചിട്ടുള്ളത് മൈക്ക് കാണുകയാണ്. മിക്കവാറും ഒന്നില്ലെങ്കിൽ ഈ ഹോട്ടലിന്റെ ഓണേഴ്സ് അല്ലെങ്കിൽ ഇതിന്റെ മാനേജർ ആയിട്ടുള്ള ജെറാഡ്, അയാൾ തന്നെയായിരിക്കണം ഇതെല്ലാം ഒപ്പിച്ചു വെക്കുന്നത്. എന്തിനായിരിക്കും ഈ ഒരു ക്യാമറ ഇവിടെ വെച്ചിട്ടുണ്ടാവുക? ഇതിന്റെ ഉള്ളിൽ കിടന്ന് ഓരോരുത്തരും ട്രാപ്പായി പെട്ട് ഇതുപോലെ അനുഭവിക്കുന്നത് അവർ കണ്ട് രസിക്കുന്നുണ്ടാവും. ഇല്ല, ഞാൻ ഈ ഒരു ട്രാപ്പിൽ പെടില്ല, ഞാൻ രക്ഷപ്പെടുന്നു പറഞ്ഞിട്ട് പരമാവധി ആ ഒരു ഹാലൂസിനേഷൻ എഫക്റ്റിൽ നിന്നും അവൻ പുറത്തേക്ക് കടക്കാൻ ശ്രമിക്കുകയാണ്. മാത്രമല്ല അവനൊരു കാര്യം ചിന്തിക്കുമ്പോൾ അവന് കുടിക്കാനായിട്ട് മാനേജർ ജെറാഡ് ഒരു മദ്യം കൊടുത്തിരുന്നല്ലോ, അതവൻ കുടിച്ചു. അതുപോലെ തന്നെ നേരത്തെ കണ്ട ആ ഒരു ചോക്ലേറ്റ് അതവൻ കഴിക്കുകയും ചെയ്തു. ഇതിലൊക്കെ എന്തോ ഒന്ന് കലർത്തിയിട്ടുണ്ട്, അത് ഉറപ്പാണ് ഇപ്പൊ മൈക്കിന്. ഇതേ സമയത്തിന് ഈ മുറിയിലുണ്ടായിരുന്ന TV അത് ഓൺ ആവുകയാണ്. അതിലെ ചില വിഷ്വൽസ് കാണിക്കുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, മൈക്ക് അവന്റെ ഭാര്യയായിട്ടുള്ള ലില്ലിയുടെ കൂടെ നിൽക്കുന്നത്, മകളായിട്ടുള്ള കാറ്റലിൻ കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ മകളുടെ മരണത്തിന് ശേഷം ഇവര് രണ്ടുപേരും സെപ്പറേറ്റ് ആയി. അവന്റെ ലൈഫിൽ അവൻ അനുഭവിച്ച ആ ഒരു സന്തോഷമുള്ള നിമിഷങ്ങൾ, നഷ്ടപ്പെട്ട അമൂല്യമായിട്ടുള്ള ഈ ഒരു കാര്യങ്ങൾ, ആ ജീവിതത്തിലെ ഏറ്റവും നല്ല നിമിഷങ്ങൾ, അതല്ലെങ്കിൽ നേരിട്ട് കാണുന്ന സമയത്ത് ടെൻഷൻ അവന്റെ ഉള്ളിലേക്ക് അങ്ങനെ കയറുകയാണ്. ഇതേ സമയത്തിന് മൈക്ക് മറ്റൊരു കാര്യം നേരിട്ട് കാണുകയാണ് കേട്ടോ. വിചിത്രമായിട്ടുള്ള ഒരു കളറോട് കൂടിയിട്ടുള്ള ഒരു മനുഷ്യൻ ഈ ജനാലയുടെ മുന്നിലേക്ക് വന്നിട്ട് അതിന്റെ ഉള്ളിലൂടെ താഴേക്ക് എടുത്തു ചാടുകയാണ്. അതുപോലെ തന്നെ ഒരു സ്ത്രീയുടെ ശബ്ദവും. ഇത് കഴിഞ്ഞപ്പോ ചുമരിന്റെ മറുഭാഗത്ത് നിന്നും ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുകയാണ്. അത് ചെറിയ രീതിയിലൊന്നല്ല, ഭയങ്കരമായ അവനെ ശല്യപ്പെടുത്തുന്ന രീതിയിൽ. ഇത് ഓവറായ സമയത്ത് ഇവന് സഹിക്കാൻ കഴിയുന്നില്ല. ചെവിയെല്ലാം പൊത്തി നിലത്തങ്ങനെ കിടക്കുകയാണ്. കുറച്ചു കഴിഞ്ഞപ്പോ അവന് പ്രാന്തളകാൻ തുടങ്ങി. നിലത്തുണ്ടായിരുന്ന ഒരു കസാര എടുക്കുകയാണ്. ചുമരിൽ നോക്കി ഒരു ഏറ്റ ഏറ് കൊടുക്കുന്നുണ്ട്. നല്ല ബലമുള്ള എയർ ആയതുകൊണ്ട് തന്നെ ആ ഒരു ചുമരിൽ ചെറിയൊരു ക്രാക്ക് വന്നിട്ടുണ്ട്. ഇതേ സമയത്ത് തന്നെ ബാത്റൂമിൽ നിന്നും ചില ശബ്ദങ്ങൾ കേട്ട് അവൻ നേരെ ബാത്റൂമിലേക്ക് ചെന്ന് നോക്കുമ്പോൾ ഒരു വല്ലാത്ത രീതിയിൽ തന്നെ ബാത്റൂമിന്റെ ആ ഒരു കോലം തന്നെ മാറിക്കെടുക്കുകയാണ്. ഒരുമാതിരി ഒരു തണുത്തുറഞ്ഞ പ്രദേശം പോലെ. അതിന്റെ ഒരു ഭാഗത്തായിട്ട് ഒരു വീൽ ചെയറിൽ വൃദ്ധനായിട്ടുള്ള ഒരു മനുഷ്യൻ ഇരിക്കുന്നുണ്ട്. ഇവൻ നേരെ അങ്ങോട്ടേക്ക് ചെന്ന് നോക്കുമ്പോൾ അത് മറ്റാരുമല്ല, അവന്റെ അച്ഛൻ തന്നെയായിരുന്നു. അപ്പൊ ആ ഒരു മനുഷ്യൻ പറഞ്ഞു, എനിക്ക് ഈ ഒരു ലോകം മടുത്തു, എനിക്ക് ഇവിടുന്ന് പോണെന്ന് അത്ഭുതത്തോട് കൂടിയിട്ട് നമ്മുടെ മൈക്ക് ഈ ഒരു കാര്യം നോക്കി നിൽക്കുമ്പോൾ പെട്ടെന്നെല്ലാം പഴയതുപോലെ ആവുകയാണ്. എന്ന് ഇതേ സമയത്തിന് മൈക്ക് വിചാരിക്കുകയാണ്, എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടണം, ഇത് വെറും എന്റെ ഒരു സ്വപ്നം മാത്രമാണ്. ഒന്ന് ഉണർന്നു കഴിയുമ്പോൾ ഇതൊക്കെ പഴയതുപോലെ ആകും. എന്തായാലും കുറച്ചു നേരം ഞാൻ ഇതിലങ്ങനെ ട്രാപ്പ് ആയി കൊടുക്കും. അത് മനസ്സുകൊണ്ട് മൈക്ക് ഇപ്പൊ സ്വീകരിക്കുകയാണ്. എന്നാൽ ഇതേ സമയത്ത് തന്നെ നേരത്തെ ഒരു കസാര എടുത്ത് ചുമരിലേക്ക് ഇറങ്ങിയില്ലേ, അവിടെ ചെറിയൊരു പൊട്ടൽ വന്നില്ലേ, ഈ പൊട്ടലിന്റെ ഉള്ളിലൂടെ ഇച്ചിരി രക്തം അങ്ങനെ വിളിച്ചിറങ്ങുന്നുണ്ട്. തൊട്ടു നോക്കി ശരിക്കുള്ള രക്തം തന്നെയാണ്. ഇതിനുശേഷം വല്ലാതെ ഭയം കയറിയ മൈക്ക് എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടണം ആ ചിന്തയിലേക്ക് എത്തുകയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ജനലിൽ പൊക്കിയിട്ട് പതിയെ ഇതിന്റെ സൈഡിലൂടെ അങ്ങനെ നടക്കാൻ നോക്കുന്നുണ്ട്. വേറൊരു ജനലും മൈക്കിന് കാണാൻ കഴിയുന്നില്ല. അങ്ങനെ ആ ഒരു ഭയം കൊണ്ട് തിരിച്ച് ആ ഒരു വാതിലല്ല ജനലിന്റെ അടുത്തേക്ക് തന്നെ പോകാൻ അവൻ തീരുമാനിക്കുകയാണ്. പിന്നീട് ആ ഒരു ജനലിലൂടെ കയറാൻ നോക്കുന്ന സമയത്ത് ഒരു സ്ത്രീ പെട്ടെന്ന് അവന്റെ മുന്നിലേക്ക് വന്ന് നിൽക്കുന്നുണ്ട്. അവനെ തള്ളിയിടാൻ നോക്കുകയാണ്. ആകെ പേടിച്ചു പോയ മൈക്കിന്റെ കൈന്റെ പിടുത്തം വിട്ടുപോണ്, താഴേക്ക് വീഴുന്നുണ്ട്. എന്നിരുന്നാലും ജനലിന്റെ ഒരു ഭാഗത്ത് പിടിച്ച് അവനങ്ങനെ നിൽക്കുന്നുണ്ട്. ഇതേ സമയത്തിന് ഈ ഒരു സ്ത്രീ ഉണ്ടല്ലോ ജനലിലൂടെ പുറത്തേക്ക് ചാടി മരിച്ചു കളയുന്നുണ്ട്. എന്നാൽ ഈ ജനലിലൂടെ താഴേക്ക് വീഴുന്നതൊന്നും അങ്ങ് താഴേക്ക് എത്തുന്നില്ല, അതിന് മുന്നേ മാഞ്ഞു പോവാണ്. ഇവൻ ഇതുപോലൊരു എക്സ്പീരിയൻസ് കുറച്ച് മുന്നേ ഉണ്ടായിട്ടുണ്ട്. അതായത് ഇതേ റൂമിൽ നിന്ന് തന്നെ ഒരു ലൈറ്റ് എടുത്ത് താഴേക്ക് ഇടാൻ നോക്കി. ആ ഒരു ബഹളം ഉണ്ടാക്കിയിട്ട് ആരെങ്കിലും മുകളിലേക്ക് നോക്കില്ല എന്ന് കരുതിയിട്ട്. എന്നാൽ ആ ലൈറ്റ് താഴേക്ക് ഇടുകയല്ലാതെ അത് താഴേക്ക് എത്തിയില്ല. പകുതി ആയപ്പോ തന്നെ ഇതങ്ങ് മാഞ്ഞു പോവാണ്. എന്തായാലും പിന്നീട് എങ്ങനെയൊക്കെയോ നമ്മുടെ മൈക്ക് ഉണ്ടല്ലോ ഈ ഒരു ജനലിലൂടെ അതേ റൂമിലേക്ക് തന്നെ വീണ്ടും വന്ന് കയറുകയാണ്. 14:08 തന്നെ. ഇതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു മുറിയിൽ നിന്നും വീണ്ടും ആരൊക്കെയോ സംസാരിക്കുന്ന ആ ഒരു ശബ്ദം മൈക്ക് കേൾക്കുന്നുണ്ട്. നേരെ അങ്ങോട്ടേക്ക് ചെന്ന് നോക്കുകയാണ്. അപ്പൊ കാണുന്നത് മറ്റാരുമല്ല, ഈ മൈക്ക് അതുപോലെ തന്നെ ഭാര്യയായിട്ടുള്ള ലില്ലി. ഇവര് രണ്ടുപേരും കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ സംസാരിച്ച ഒരു സന്ദർഭമാണ് ഇവര് നേരിട്ട് കാണുന്നത്. അതായത് മൈക്കിന്റെ മകളായിട്ടുള്ള കാറ്റലിൻ, അവൾക്ക് ക്യാൻസർ ആണെന്ന് സ്ഥിരീകരിച്ചു. ഇതിനുശേഷം ടെൻഷൻ അടിച്ചുകൊണ്ട് ഇവർ രണ്ടുപേരും സംസാരിക്കുന്ന കാര്യമാണ് ഇവിടെ കാണിക്കുന്നത്. മാത്രമല്ല മറ്റൊരു ഭാഗത്തായിട്ട് രോഗബാധിതയായി കിടക്കുന്ന മകളായിട്ടുള്ള കാറ്റലിൻ കാണിക്കുന്നുണ്ട്. അവളിപ്പോ അച്ഛനെ വിളിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമ്മുടെ മൈക്കാണെങ്കിൽ വല്ലാതെ എമോഷണൽ ആയി പോവാണ്. അതുപോലെ ഈ റൂമിന്റെ തണുപ്പ് അത് വല്ലാതെ കുറഞ്ഞു വരികയാണ്. ഒരു കോട്ട് എടുത്തുകൊണ്ട് പുതച്ച് ഒരു വിധത്തില് അങ്ങനെ വിറച്ച് നിൽക്കുമ്പോഴാണ് മൈക്ക് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. അവന്റെ ലാപ്ടോപ്പ് അതിലൊരു വൈഫൈ കണക്ഷൻ കാണുന്നുണ്ട്. പെട്ടെന്ന് തന്നെ വീഡിയോ കോൾ ചെയ്യാണ് ഭാര്യയായിട്ടുള്ള കാറ്റലിൻ. സത്യം പറഞ്ഞാൽ കാറ്റലിൻ ഈ ഒരു കോള് കണ്ട സമയത്ത് ഞെട്ടിപ്പോകുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് മൈക്ക് ഇതുപോലെ വിളിക്കുന്നത് കേട്ടോ. അപ്പൊ മൈക്ക് ആദ്യം തന്നെ പറയാണ്, ഞാൻ ഇതുപോലെ ഒരു ഹോട്ടൽ മുറിയിലാണ്, ഞാൻ പെട്ടുകിടക്കുകയാണ്, എന്നെ രക്ഷപ്പെടുത്തണമെന്ന്. എന്നാൽ ലില്ലിക്ക് ഇത് വിശ്വസിക്കാൻ കഴിയില്ല കേട്ടോ. അവള് പറയാണ്, നിങ്ങൾ എപ്പോഴും ഇതുപോലുള്ള ഓരോ കാര്യത്തിലായിരിക്കുമല്ലോ. അല്ല, നിങ്ങളിപ്പോ എവിടെയുള്ളത്? നോർമലായിട്ട് തന്നെയാണ് ലില്ലി ചോദിക്കുന്നത്. എന്നാൽ ഭയങ്കര ഭയത്തിൽ മൈക്ക് ഇങ്ങനെ പറയുന്നുണ്ട്, സിറ്റിയിൽ തന്നെ ഉണ്ട്, ഡോൾഫിൻ ഹോട്ടലിലാണ്, എന്നെ ഒന്ന് രക്ഷപ്പെടുത്ത്, പോലീസുകാരെ വിളിക്കുക എന്നിങ്ങനെ പറയുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് കട്ടായി പോവാണ്. എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ മുകളിൽ സ്പ്രിംഗ്ലർ ഉണ്ടാവുമല്ലോ, ഈ തീയെല്ലാം
വെള്ളം പിടിച്ചാൽ വെള്ളം ചീറ്റാൻ ഉപയോഗിക്കുന്ന ഒരു സംഭവം അതിലൂടെ വെള്ളം വന്ന് ഈ ഒരു ലാപ്ടോപ്പ് ആണെങ്കിൽ ഷട്ട് ഡൗൺ ആയി പോകുന്നുണ്ട്. ആകെ ദേഷ്യം ഉച്ചയിൽ കയറിയ നമ്മുടെ മൈക്ക് ആ ഒരു സ്പ്രിംഗ്ലർ അടിച്ച് പൊട്ടിക്കുകയാണ്. ഇതേ സമയത്തിന് മുകളിലായിട്ട് ഈ AC വിൻഡ്, അതായത് AC സെൻട്രലൈസ്ഡ് ചെയ്യുന്ന സമയത്ത് മുകളിലൂടെ കുഴലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യല്ലോ. അങ്ങനെ ആ ഒരു കുഴല് ഇപ്പൊ മൈക്ക് കാണുകയാണ്. ഇതിന്റെ ആ ഒരു നെറ്റും കാര്യങ്ങളൊക്കെ കഴിച്ചു കളഞ്ഞ് ഇതിന്റെ ഉള്ളിലേക്ക് പതിയെ പതിയെ അങ്ങനെ എഴഞ്ഞു പോകുന്നുണ്ട് മൈക്ക്. ഇതേ സമയത്ത് തന്നെ ഒരമ്മ കുഞ്ഞിനെയും പിടിച്ചിരുന്ന് അതിനങ്ങനെ താലോലിക്കുന്നത് മൈക്ക് നേരിട്ട് കാണുകയാണ്. സൂക്ഷിച്ചു നോക്കിയപ്പോൾ അത് അവന്റെ ഭാര്യയും അതുപോലെ തന്നെ മകളായിട്ടുള്ള കാറ്റലിനായിരുന്നു കേട്ടോ. എന്തോ നിറ കണ്ണുകളോട് കൂടിയിട്ടാണ് ആ ഒരു കാര്യം നമ്മുടെ ഈ ഒരു മൈക്ക് നോക്കുന്നത്. ഇതിനുശേഷം വീണ്ടും അവൻ മുന്നോട്ടേക്ക് പോകണം. അപ്പൊ മറ്റൊരു മുറിയിലായിട്ട് മറ്റൊരു കാഴ്ച അവൻ കാണുകയാണ്. അവന്റെ അച്ഛനുമായിട്ട് ഭയങ്കരമായിട്ട് വഴക്കിട്ടുകൊണ്ടിരിക്കുകയാണ്. സത്യം പറയുകയാണെങ്കിൽ മൈക്കിന്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്വാർത്ഥമായിട്ട് ഒരുമാതിരി ഒരു കുത്തഴിഞ്ഞ ജീവിതമായിരുന്നു. മകളെയും ഭാര്യയും അതുപോലെ തന്നെ അച്ഛനെയും ഒരുപാടധികം വെറുപ്പിച്ചിട്ടുണ്ട്. അതിനെല്ലാത്തിനും നന്നായിട്ട് തന്നെ മൈക്ക് ഇപ്പോ കുറച്ചു കാലമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഏകാന്തത. അത് അവന്റെ ജീവിതത്തിൽ വല്ലാതെ അലട്ടുന്നുണ്ട്. എന്തായാലും ഈ ഒരു വിഷമം ഉള്ളിലിട്ടുകൊണ്ട് ആ ഒരു കുഴലിലൂടെ അവൻ മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് ഒരു ജീർണിച്ച ശവശരീരം കാണുകയാണ്. അതിലേക്ക് സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഇതിന്റെ കഴുത്തിന്റെ ഭാഗത്തായിട്ട് ഈ തുന്നി കെട്ടിയ പാടുണ്ട്. കണ്ടപ്പോൾ തന്നെ നമ്മുടെ മൈക്കിന് മനസ്സിലായി ആദ്യമായിട്ട് ഇവിടെ വെച്ച് മരണപ്പെട്ട ആ ഒരു ടൈലർ ഉണ്ടല്ലോ, ഇയാളുടെ ശരീരമാണത്. കാരണം അയാൾ എങ്ങനെയാ മരിച്ചുപോയത്? കഴുത്തറുത്തുകൊണ്ടല്ലേ. അതുപോലെ തന്നെ ഇതിനുശേഷം അമാനുഷികമായിട്ടുള്ള മറ്റെന്തോ ശക്തി കാരണം ഇയാളുടെ സൂചിയും നൂലും വെച്ച് ആ ഒരു മുറി തുന്നി എന്ന് പറഞ്ഞില്ലേ, അതേ പാടുകൾ തന്നെ ഇയാളുടെ കഴുത്തിൽ ഇപ്പൊ കാണാനുണ്ട്. പെട്ടെന്ന് ആ ഒരു ശരീരം ചാടി എഴുന്നേൽക്കുകയാണ്. ഇപ്പൊ മൈക്കിനെ ആക്രമിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. എങ്ങനെയൊക്കെയോ ഇതിൽ നിന്നും രക്ഷപ്പെട്ട മൈക്ക് അവന്റെ മുന്നിൽ കണ്ട ഒരു ഡോറിലൂടെ അല്ലെങ്കിൽ ചെറിയൊരു വഴിയിലൂടെ താഴേക്ക് ഇറങ്ങുകയാണ്. എന്നാൽ ഇപ്പൊ അവൻ എത്തി നിൽക്കുന്ന റൂം എവിടെ നിന്നാണോ അവൻ രക്ഷപ്പെട്ടു വന്നത് 1408 അതേ റൂമിൽ തന്നെ. എവിടേക്കും രക്ഷപ്പെട്ടു പോകാൻ അവന് കഴിഞ്ഞില്ല. ഒരു ഭയത്തിൽ വല്ലാത്ത ദാഹമുള്ളത് കൊണ്ട് തന്നെ ഓടിച്ചെന്ന് ഫ്രിഡ്ജ് തുറക്കാണ് ഒരു വെള്ളം എടുത്ത് കുടിക്കാനായിട്ട്. എന്നാൽ ആ ഫ്രിഡ്ജ് തുറന്ന സമയത്ത് ഇതിന്റെ ഉള്ളിലായിട്ട് അവനൊരു രൂപത്തെ നേരിട്ട് കാണാണ്. മറ്റാരെയല്ല, ഈ ഹോട്ടലിന്റെ മാനേജർ ആയിട്ടുള്ള ജെറാർഡ് ഉണ്ടല്ലോ, ഇയാളെ തന്നെ. പെട്ടെന്ന് കണ്ടതുകൊണ്ട് മൈക്കിന് വല്ലാതെ ദേഷ്യം വരികയാണ്. മൈക്ക് ഇപ്പൊ ചീത്ത വിളിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ റൂമിൽ നിന്നും അവനെ തുറന്നു വിടാൻ പറയാണ്. ഇതേ സമയത്ത് തന്നെ ജെറാർഡ് പറയാണ്, ഞാൻ ഒരുപാട് തവണ നിന്നെ വാൺ ചെയ്തതല്ലേ ഈ ഒരു മുറിയിലേക്ക് പോകണ്ട പോകണ്ട പോകണ്ടെന്ന്. എന്നിട്ടും ഞാൻ പറയുന്നത് വിശ്വാസമില്ലാതെ, ഒരാൾ പറയുന്നതും വിശ്വാസമില്ലാതെ നീയായിട്ട് തെരഞ്ഞെടുത്തതല്ലേ, അനുഭവിക്ക്. പല ആൾക്കാരും അവര് പറയുന്നത് വെറും നുണയാണ്, അവരെ കള്ളന്മാരായിട്ട് ചിത്രീകരിക്കാനല്ല നീ ഇങ്ങോട്ടേക്ക് വന്നത്. എന്നാൽ അതൊക്കെ അവരുടെ എക്സ്പീരിയൻസ് ആണ്. എത്ര പേരെ നീ അപമാനിച്ചു, അതിനുള്ള ശിക്ഷ നീ അനുഭവിക്കണം. അവിടെ വെച്ച് നീ മനസ്സിലാക്കുക. ഇപ്പൊ ആകെ പിരി നെറുന്തലയിലേക്ക് കയറിയ മൈക്ക് ഇപ്പൊ ആ ഒരു ഫ്രിഡ്ജിലൂടെ ഈ മൈക്കിനെ നോക്കിയിട്ട് ഈ മാനേജർ ആയിട്ടുള്ള ജെറാർഡിനെ നോക്കിയിട്ട് പല തെറിയും വിളിക്കുന്നുണ്ട്. ഇയാൾ ആക്രമിക്കാൻ നോക്കുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് അവിടെ ജെറാർഡിനെ കാണാനില്ല. ബി ഇത് മൈക്കിന്റെ ഒരു ഇലൂഷൻ മാത്രമായിരിക്കും. ആ ഒരു ഫ്രിഡ്ജിനെ തന്നെ എടുത്ത് കുടഞ്ഞ് അതിലുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വലിച്ചെറിയാണ്. ഇതിനുശേഷം അവിടെ ഒരു മദ്യക്കുപ്പി ഉണ്ടായിരുന്നു. ആ കുപ്പി എടുത്തുകൊണ്ട് അതിൽ ആ ഒരു മദ്യം കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മാത്രമല്ല ഇപ്പൊ ടേബിളിൽ ഒരു ബൈബിള് കാണുകയാണ്. ഓക്കെ, ഞാൻ തോറ്റു, കീഴടങ്ങി എന്ന രീതിയിൽ ആ ഒരു ബൈബിൾ എടുക്കുകയാണ്. അതിന്റെ ഓരോ പേജുകളും മറിച്ചു നോക്കുമ്പോൾ പൂർണ്ണമായിട്ടും അതിലെ എല്ലാ പേജുകളും ബ്ലാങ്ക് ആണ്. ഇതേ സമയത്ത് തന്നെ ലൈഫിൽ ഒരു സമയത്ത് സംഭവിച്ചൊരു കാര്യം മൈക്കിന് ഓർമ്മ വരികയാണ്. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രോഗബാധിതയായി കിടക്കുന്ന മകളായിട്ടുള്ള കാറ്റിന് അവളിപ്പോ അച്ഛന്റെയും അമ്മയുടെയും കൂടെയാണ്. അവൾക്ക് ഇപ്പൊ ഏകദേശം മനസ്സിലായി ഞാൻ മരിക്കുമെന്ന്. അതുകൊണ്ട് തന്നെ നമ്മുടെ ലില്ലി ചോദിക്കുകയാണ്, അച്ഛാ ഞാൻ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് ദൈവത്തെ കാണാൻ കഴിയോ? സ്വർഗത്തിൽ അദ്ദേഹം ഉണ്ടാവുമോ? ഇതേ സമയത്ത് തന്നെ മൈക്ക് പറഞ്ഞു, ആ മോളെ, നീ മരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സ്വർഗത്തിൽ പോകും. അവിടെ വെച്ച് നിനക്ക് എല്ലാ സുഖവും സന്തോഷം ലഭിക്കും മോളെ. എന്നാൽ മകളുടെ ആ ഒരു സന്തോഷത്തിന് വേണ്ടി മൈക്ക് പക്കാ നുണ പറഞ്ഞാണ്. അങ്ങനത്തെ കാര്യത്തിലൊന്നും മൈക്കിന് യാതൊരു വിശ്വാസമില്ല. ഈ ഒരു കാര്യമെല്ലാം മൈക്ക് അങ്ങനെ ആലോചിക്കുകയാണ്. മാത്രമല്ല അവിടെ ഒരു ഫാക്സ് മെഷീൻ ഉണ്ടായിരുന്നു. പെട്ടെന്ന് അത് വർക്കാവാൻ തുടങ്ങുകയാണ്. ഇതിന്റെ ഉള്ളിൽ നിന്നും ഒരു ചെറിയ ഉടുപ്പ് പുറത്തേക്ക് വരുന്നുണ്ട്. ആ ഒരു ഉടുപ്പ് കയ്യിൽ കിട്ടിയ സമയത്ത് മൈക്ക് വല്ലാതെ ടെൻഷൻ അടിച്ച് ആകെ വിതുമ്പി കരഞ്ഞു പോവാണ്. കാരണം മകൾക്ക് ഒരു കുഴപ്പമില്ലാത്ത സമയത്ത് നോക്കേണ്ട രീതിയിൽ ആ മകളെ നോക്കിയിട്ടില്ല. ഈ മനുഷ്യന്റെ മാനസിക നില തന്നെ വല്ലാത്ത രീതിയിൽ താളം തെറ്റി പോവാണ്. അതുപോലെ തന്നെ റൂമിലാണെങ്കിൽ ഭയങ്കരമായിട്ട് തണുപ്പ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നോക്കുമ്പോൾ എന്താ -5 ഡിഗ്രി ആയിട്ടുണ്ട്. ഇപ്പൊ ആ ഒരു റെക്കോർഡിംഗ് മെഷീൻ എടുക്കുകയാണ് മൈക്ക്. അവൻ എക്സ്പീരിയൻസ് ആവുന്ന ഓരോ കാര്യങ്ങളും അതിൽ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ലാപ്ടോപ്പ് നോക്കുകയാണ്. ലാപ്ടോപ്പ് ഇപ്പൊ ചെറുതായിട്ട് ഓണായി വന്നിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഭാര്യയ്ക്ക്, അതായത് ലില്ലിക്ക് വീഡിയോ കോൾ ചെയ്യാണ്. അവളോട് ചോദിക്കുന്നുണ്ട്, ലില്ലി എന്തായി? ഞാൻ പറഞ്ഞതുപോലെ പോലീസുകാർ ഇങ്ങോട്ടേക്ക് വിട്ടു എന്നെ രക്ഷപ്പെടുത്താനായിട്ട്. ഇതേ സമയത്ത് തന്നെ ലില്ലി പറയാണ്, അല്ല മൈക്ക്, നീ ഉള്ളത് 1408 ആ ഒരു റൂമിലല്ലേ? അവിടെ തന്നെയാണെന്ന് മൈക്ക് പറയുന്ന സമയത്ത് ഈ ലില്ലി മറ്റൊരു കാര്യം പറയുമ്പോൾ മൈക്ക് ഞെട്ടിപ്പോവാണ്. അതായത് പോലീസുകാർ വന്നിട്ട് അതേ റൂമിൽ തന്നെ നിൽക്കുന്നുണ്ട് 1408. പക്ഷെ അവിടെ നിന്നെ കാണുന്നില്ല, നീ എവിടെയാണ്? ഇത് കേൾക്കുന്ന സമയത്ത് മൈക്കിന് എന്ത് പറയാനാ? മൈക്ക് ആ റൂമിൽ തന്നെയാണ്, വേറെ അങ്ങോട്ടും പോയിട്ടുമില്ല. ആകെ പേടി ഉള്ളിലേക്ക് കയറിയ മൈക്ക് ഇപ്പോ ഭാര്യയോട് സംസാരിക്കുകയാണ്, നീ വേഗം എത്ത്, ഒരു 2-3 മിനിറ്റിന്റെ ഉള്ളിൽ. ഇതേ സമയത്ത് തന്നെ ലില്ലി പറയാണ്, നീ അവിടെ നിൽക്കുക, ഒരു 15 മിനിറ്റിനുള്ളിൽ ഞാൻ എത്തിക്കോളാം. അത് പോരാ, നീ വേഗം എത്തണമെന്ന് മൈക്ക് പറയുന്നുണ്ടെങ്കിലും ഈ കമ്പ്യൂട്ടറിലുള്ള അവന്റെ ആ ഒരു രൂപം ഉണ്ടല്ലോ, അത് അവന്റെ കൺട്രോളിലല്ല, അതിനെ മറ്റാരും നിയന്ത്രിക്കുകയാണ്. അതിന് ആ ഒരു മുഖം മാത്രമേ ഉള്ളൂ. അവനിപ്പോ പറയാൻ, ഓക്കെ 15 മിനിറ്റിന്റെ ഉള്ളിൽ വന്നാൽ മതി. എന്നിട്ട് അവസാനം കണ്ണിറുക്കി കാണിച്ച് ഒരു പ്രശ്നമൊന്നും ഇല്ലാത്ത രീതിയിലാണ് അവളോട് സംസാരിക്കുന്നത്. എന്നാൽ അവൻ വീഡിയോ കോൾ ചെയ്യുന്ന അവന്റെ ആ ഒരു മുഖം അത് അവന്റെ കൺട്രോളിൽ വരെയല്ല, അത് നിയന്ത്രിക്കുന്നത് മറ്റാരുമാണ്. ഇതേ സമയത്തിന് ഈ മുറിയുടെ പല ഭാഗത്തായിട്ട് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാൻ തുടങ്ങുകയാണ്. ആകെ ഭയന്ന് വിറച്ച് മൈക്ക് എങ്ങോട്ടേക്ക് ഓടണം
എന്താണെന്ന് തിരിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ഈ ചെറിയ റൂമിൽ മഴ വരെ പെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ്. ഇതെന്താണെന്ന് പോലും തിരിയാതെ മൈക്ക് ആ ഒരു ചിത്രം ഉണ്ടല്ലോ ചുമരില്, ഒരു കടല്, അതുപോലെ തന്നെ അവിടെ നിൽക്കുന്ന ഒരു കപ്പല്, ഇതിങ്ങനെ കണ്ട സമയത്ത് ഇയാൾക്ക് ഭ്രാന്തളകിയിട്ട് ഒരു വടിയെടുത്ത് ഈ പിക്ചറിൽ ഒരു അടി കൊടുക്കുകയാണ്. അതേ നമ്മുടെ മൈക്കിന് ഓർമ്മയുള്ളൂ. ആ ഒരു ചില്ല് പൊട്ടി കടലത്തെ വെള്ളം ഉണ്ടല്ലോ അത് ശക്തിയായിട്ട് ഈ ഒരു റൂമിലേക്ക് ഒഴുകി വരികയാണ്. ആ ഒരു വെള്ളത്തിൽ മുങ്ങി താവുന്നുണ്ട് മൈക്ക്. പരമാവധി അതിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കുന്നുണ്ടെങ്കിലും ഈ ഒരു വെള്ളത്തിനടിയിലേക്ക് അവൻ താന്നു പോവുകയാണ്. പിന്നീട് കുറച്ചധികം സമയം കഴിഞ്ഞു. ബോധം വന്ന് നോക്കുമ്പോൾ ഏതോ ഒരു തീരത്താണ്. മാത്രമല്ല വേഗം തന്നെ ആരോഗ്യ ചേർന്ന് മൈക്കിനെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നുണ്ട്. പിന്നീട് ശരിക്കും ബോധം വന്നപ്പോൾ തൊട്ടടുത്ത് തന്നെ ലില്ലി ഉണ്ടായിരുന്നു. എന്തായാലും മൈക്കിന് ഇങ്ങനെ ഒരു അപകടം വന്ന സമയത്ത് ലില്ലിക്ക് നോക്കി നിൽക്കാൻ കഴിയില്ല. അവൾ എന്തായാലും അവന്റെ അടുത്തേക്ക് വന്നു. ഇതേ സമയത്ത് തന്നെ നമ്മുടെ മൈക്ക് അവനുടെ ആ ഒരു എക്സ്പീരിയൻസ് ലില്ലിയോട് പറയുന്നുണ്ട്. മോളുടെ മുഖം കണ്ട് അവളോട് സംസാരിക്കാൻ പറ്റി, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ. മാത്രമല്ല അവൻ പോയ ആ ഒരു ഡോൾഫിൻ ഹോട്ടൽ, അതിനെക്കുറിച്ചൊക്കെ ലില്ലിയോട് പറയുന്ന സമയത്ത് ലില്ലിക്ക് അങ്ങനെ ഒരു ഹോട്ടലിനെ കുറിച്ച് അറിയേയില്ല. അതായത് അവിടെ ചെന്ന് മൈക്ക് ഈ ലില്ലിയെ വിളിച്ചില്ലേ വീഡിയോ കോള്, അങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടില്ല. ഇതൊക്കെ ഒരു തോന്നലാണ്. എന്തായാലും ഈ ഒരു തോന്നല് കാരണം മൈക്ക് അവന്റെ ജീവിതത്തിലെ തെറ്റുകൾ മനസ്സിലാക്കിയല്ലോ. നീ എന്തായാലും നല്ല ലൈഫിലേക്ക് തിരിച്ചു വന്നല്ലോ. എന്നാൽ ഈ സമയത്ത് മൈക്ക് പറയണ എന്തായാലും അതൊരു നരകാടി, സഹിക്കാൻ കഴിയില്ല അവിടെ. മാത്രമല്ല ഇവർ രണ്ടുപേരും ഹോട്ടലിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മൈക്ക് ലില്ലിയെ നോക്കിയിട്ട് പറയണേ, ലില്ലി നീ പഴയതിനേക്കാളും ഒരുപാട് സുന്ദരിയായിട്ടുണ്ട് കേട്ടോ. എനിക്കെന്തോ നിന്നോട് വല്ലാത്തൊരു പ്രണയം തോന്നുന്നു. അതുപോലെ തന്നെ മൈക്ക് എക്സ്പീരിയൻസ് ചെയ്ത ഇവരുടെ മകളുടെ കാര്യം, കാറ്റലിന്റെ കാര്യം പറയുന്ന സമയത്ത് ലില്ലിയും പറയാണ്, ആടാ എനിക്ക് അതുപോലെ തോന്നാറുണ്ട് രാത്രിയാകുമ്പോൾ അവൾ എന്റെ അടുത്തിരിക്കുന്നത് പോലെ. എന്നാൽ മൈക്ക് പറയാണ്, ലില്ലി ഇത് അങ്ങനെയല്ല, ഒരു റിയൽ ആയിട്ട് സ്വപ്നത്തെക്കാൾ ഉപരിയായിട്ട് ഞാൻ അവളെ കണ്ടു, അവളെ തൊട്ടു, സംസാരിച്ചു, അതൊക്കെ സത്യമാടോ. എന്നാൽ മൈക്കിന്റെ ഈ ഒരു ഹാലൂസിനേഷൻ എഫക്ട് ഇതൊക്കെ ഒരു സ്വപ്നമായിട്ട് മാത്രമേ നമ്മുടെ ലില്ലി കാണുന്നുള്ളൂ കേട്ടോ. എന്തായാലും ഇവരുടെ സംസാരത്തിന് ശേഷം മൈക്ക് നേരെ പോകുന്നത് പോസ്റ്റ് ഓഫീസിലേക്കാണ്. അവന് ഒരുപാട് കത്തുകൾ വരുമല്ലോ, അങ്ങനെയുള്ള ആ ഒരു കത്തുകൾ ശേഖരിക്കാനായിട്ട്. എന്തായാലും ഈ കത്തുകളൊക്കെ എടുത്ത് വീട്ടിലേക്ക് തിരിച്ചു വരികയാണ്. മാത്രമല്ല അവന്റെ ലൈഫിൽ ഉണ്ടായിരുന്ന ആ ഒരു എക്സ്പീരിയൻസ് അത് നന്നായിട്ടൊരു കഥ പോലെ അവൻ എഴുതാൻ തുടങ്ങുകയാണ്. മാത്രമല്ല ചെയ്ത തെറ്റുകൾ ഇത് തിരുത്തിക്കൊണ്ട് അവന്റെ ലൈഫ് ഇനി എങ്ങനെയായിരിക്കും മുന്നോട്ടേക്ക്, ഇതിനെക്കുറിച്ചും ആ ഒരു പുസ്തകത്തിൽ അവൻ എഴുതാൻ തുടങ്ങുകയാണ്. എന്തായാലും അവൻ ആ ഒരു പുസ്തകത്തിൽ എഴുതിയതുപോലെ തന്നെ അവന്റെ അച്ഛനെ കാണാനായിട്ട് ഓൾഡ് ഏജ് ഹോമിലേക്ക് പോവാണ്. ആ ഒരു മനുഷ്യനെ ഇപ്പൊ എഴുന്നേറ്റ് നടക്കാനൊന്നും കഴിയുന്നില്ല, വീൽ ചെയറിൽ ഇരിക്കുകയാണ്. അവന്റെ അച്ഛന്റെ ഒരുപാട് നാളത്തെ മോഹമാണ് മൈക്ക് എല്ലാ പ്രശ്നങ്ങളും മറന്നുകൊണ്ട് ലില്ലിയോട് പോയിട്ട് സംസാരിക്കണം. കാരണം എന്താണ്, മകള് മരിച്ചതിന് ശേഷം ലില്ലി വിട്ട് പോയത്, മനഃപൂർവ്വം പോയത് ഈ മൈക്ക് തന്നെയാണ്. കാരണം അവളുടെ മുഖം കാണുന്ന സമയത്ത് കാറ്റലിന് ഓർമ്മ വരും എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ഒരു ന്യായമാണോ? ഒരു പ്രശ്നമൊക്കെ വരുന്ന സമയത്ത് പങ്കാളിയെ ഒറ്റക്കിട്ടാക്കി അങ്ങനെയൊക്കെ പോകാൻ പാടുണ്ടോ? അതൊക്കെ സ്വാർത്ഥതയുടെ ഒരു ഉച്ചല്ലേ. എന്തായാലും അച്ഛനെ കണ്ട് സംസാരിക്കുകയാണ്, തെറ്റുകളൊക്കെ തിരുത്താന്ന് പറയാണ്. അച്ഛനും സന്തോഷമായി, അതുപോലെ തന്നെ ഭാര്യയായിട്ടുള്ള ലില്ലിക്കും സന്തോഷമായി. എന്തോ നഷ്ടപ്പെട്ട ആ ഒരു ലൈഫ് അത് അവന് തിരിച്ചു കിട്ടുന്നത് പോലെ അവന് തോന്നുകയാണ്. എന്തായാലും ഇതിനുശേഷം അവൻ എഴുതി പൂർത്തിയാക്കിയ ആ ഒരു പുസ്തകം ഇത് പോസ്റ്റ് ചെയ്യാനായിട്ട് പോസ്റ്റ് ഓഫീസിലേക്ക് എത്തുകയാണ്. എന്നാൽ അവിടെ എത്തിയ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു സ്റ്റാഫ്, ഈ സ്റ്റാഫിനെ വേറെ എവിടെയോ മൈക്ക് കണ്ടിട്ടുണ്ട്. അതായത് ഡോൾഫിൻ എന്ന് പറഞ്ഞ ആ ഒരു ഹോട്ടലിലേക്ക് ആദ്യമായിട്ട് പോകുന്ന സമയത്ത് അവിടെ റിസപ്ഷനിൽ ഉണ്ടായിരുന്ന അതേ സ്റ്റാഫ് തന്നെയാണ്. ഭയങ്കര സ്ട്രേഞ്ച് ആയിട്ട് തന്നെ ഈ ഒരു കാര്യം മൈക്കിന് തോന്നുകയാണ് കേട്ടോ. അധികം വൈകിയില്ല, ഇതിനേക്കാൾ സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു കാര്യം ഈ ഒരു പോസ്റ്റ് ഓഫീസിൽ വെച്ച് സംഭവിക്കുകയാണ്. എന്താണെന്നല്ലേ, ഇവിടെ ഉണ്ടായിരുന്ന ആ ഒരു ജീവനക്കാരി, ഇവരുടെ കയ്യിൽ പല ആയുധങ്ങളുണ്ട്. ഈ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ പോസ്റ്റ് ഓഫീസിന്റെ ചുമരുണ്ടല്ലോ അത് പല രീതിയിലും തല്ലി പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. മൈക്കിനാകെ പേടിയാവാൻ തുടങ്ങി. ഇതെന്താ സംഭവിക്കുന്നത്, എല്ലാവർക്കും ഭ്രാന്തിളകിയോ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ചുറ്റും നോക്കുമ്പോൾ ഈ പോസ്റ്റ് ഓഫീസിന്റെ പല ഭാഗത്തെ ചുമരുകളും അടന്നു വീഴാൻ തുടങ്ങുകയാണ്. പൂർണ്ണമായിട്ടും ഇത് മറ്റൊരു സ്ഥലമായിട്ട് മാറുകയാണ്. മറ്റൊരു സ്ഥലം എന്ന് പറഞ്ഞാൽ മറ്റേതുമല്ല, 1408 ആദ്യ മുറിയിൽ തന്നെയാണ്. അതായത് മൈക്ക് അവൻ രക്ഷപ്പെട്ടിട്ടില്ല. ലൈഫിലെ ഏറ്റവും നല്ല മൊമെന്റ്സ് തിരിച്ചു കിട്ടണം എന്ന് അവൻ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യങ്ങൾ ഇത് കാണിച്ചുകൊണ്ട് ഈ ഒരു മുറി അവനെ കുത്തിപ്പിക്കുകയായിരുന്നു. എന്നാൽ ഇത്രയും നേരം എങ്ങനെയായിരുന്നു ഈ റൂം, അതേപോലെയല്ല, ഒരുമാതിരി കത്തിയെരിഞ്ഞ അവസ്ഥയിലായിരുന്നു. പല ഭാഗങ്ങളും ആകെ തകർന്നു കിടക്കുന്നുണ്ട്. ഇവന്റെ ഉള്ളിൽ വീണ്ടും വീണ്ടും ഭയം അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇതിനൊരു അറ്റമില്ല. ഇതേ സമയത്ത് തന്നെ ദൈവത്തിന് വിളിച്ച്, ദൈവമേ ദൈവമേ ഈ ഒരു ലൈഫ് നീ എനിക്ക് തിരിച്ചു തന്നേല്ലേ, വീണ്ടും എന്തിനാ തിരിച്ചെടുത്ത്. അതിന്റെ ആ ഒരു നഷ്ടബോധത്തെ ആലോചിച്ചുകൊണ്ട് വിതുമ്പി അവനങ്ങനെ ഭ്രാന്ത് പിടിച്ചതുപോലെ അതിലൂടെ നടക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ കത്തിക്കരിഞ്ഞ ഒരു മുറിയുടെ ഉള്ളിൽ നിന്നും ആരോ ഒരു പെൺകുട്ടി പുറത്തേക്ക് വരികയാണ്. അവളെ കാണുമ്പോൾ അത് ശരിക്കും മകളായിട്ടുള്ള കാറ്റലിൻ തന്നെയാണ്. എന്നാൽ മൈക്ക് ഇത് വിശ്വസിക്കുന്നില്ല. അല്ല, നീ കാറ്റലിനല്ല എന്ന് അവന്റെ അടുത്തേക്ക് മകളായിട്ടുള്ള കാറ്റലിൻ ഓടി വരികയാണ്. അച്ഛനെ കെട്ടിപ്പിടിക്കുകയാണ്. അച്ഛ അങ്ങനെ പറയല്ല അച്ഛ എന്ന് പറഞ്ഞിട്ട്. ഇതേ സമയത്ത് തന്നെ മൈക്കിനും വല്ലാത്ത എന്തോ പോലെ തോന്നുകയാണ്. മോളെ എന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ അവൾക്ക് എന്തോ സംഭവിക്കുന്നത് പോലെ ഇപ്പൊ നമ്മുടെ മൈക്ക് അലറി വിളിച്ച് കരയാണ്, ദൈവമേ എന്റെ കയ്യിൽ നിന്ന് ഇവൾ എടുക്കല്ലേ എന്ന്. അപ്പോഴേക്കും അവൾ പൂർണ്ണമായിട്ടും ചാരമായി പോവാണ്. വീണ്ടും ഭ്രാന്ത് കയറിയ നമ്മുടെ മൈക്ക് ഓരോ വസ്തുക്കളും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും എടുത്തെറിയാൻ വേണ്ടി തുടങ്ങി. അതുപോലെ തന്നെ ആ ഒരു ടേപ്പ് ഉണ്ടല്ലോ ഇതിന്റെ ഉള്ളിൽ നിന്നും ശബ്ദം വരാനും തുടങ്ങി. ഈ ടേപ്പിലാണ് ആ ഒരു ടൈമർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവൻ ആകെ കൂടി തകർന്ന് താഴേക്ക് വീഴുന്നുണ്ട്. ഇപ്പൊ ആ ഒരു ടേപ്പിലേക്ക് നോക്കുന്ന സമയത്ത് ടൈം കൗണ്ട് അത് തീരാനായിരിക്കാണ്. 5-6 സെക്കൻഡോ മാത്രമേ ബാക്കിയുള്ളൂ. അവനും വിചാരിച്ചു തീരട്ടെ, എല്ലാം അവിടെ തീരട്ടെ. അങ്ങനെ ആ 5ാമത്തെ സെക്കൻഡിൽ നിന്നും 0ലേക്ക് എത്തുകയാണ്. എന്നാൽ ഇവൻ കരുതിയതുപോലെ പൂർണ്ണമായിട്ടും എല്ലാം നശിക്കുകയല്ല. റൂം അത് പഴയതുപോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് റീസെറ്റ് ആയിട്ടുണ്ട്. ഇപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഫോൺ റിങ്ങിയാണ്. മൈക്ക് പതിയെ ചെന്ന് ആ ഒരു ഫോൺ എടുക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ റിസപ്ഷനിസ്റ്റ്
റിസപ്ഷനിസ്റ്റ് അവനോട് പറയുന്നുണ്ട്, സാറേ നിങ്ങൾക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ 1 മണിക്കൂർ കൂടെ നിങ്ങൾക്ക് ഈ ഒരു റൂമിൽ തുടരാം, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ ഒരു റൂം വിട്ട് ചെക്കൗട്ട് ആയി പോവാം. നമ്മുടെ മൈക്ക് 1 മണിക്കൂർ കൂടെ ഇവിടെ നിൽക്കുവോ? സഹിക്കാൻ പറ്റുമോ അവന്? അവൻ പറയാണ്, എനിക്ക് ചെക്കൗട്ട് ആയാൽ മതി. ഓക്കെ സാറേ, അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ചെക്കൗട്ട് ചെയ്യാനുള്ള ഒരു ഫാസ്റ്റ് ആയിട്ടുള്ള സംവിധാനം ഞങ്ങൾ ഒരുക്കുന്നുണ്ട്. എന്നാൽ അവരുദ്ദേശിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് മൈക്കിന് ഇപ്പം മനസ്സിലായില്ല. കാരണം നോർമൽ ആയിട്ട് സംസാരിക്കുന്നത്. എന്നാൽ ഇതിനുശേഷം മൈക്ക് ചുറ്റും അങ്ങനെ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് തൂങ്ങി മരിക്കാനായിട്ടുള്ള ഓരോ കയറുകൾ അതങ്ങനെ തൂക്കിയിട്ടിരിക്കുകയാണ്. മാത്രമല്ല തൊട്ടു മുന്നിലായിട്ട് 2 കല്ലറകൾ മൈക്ക് കാണുന്നുണ്ട്. ഒന്നിൽ അവന്റെ മകളുടെ പേര് കാറ്റ്ലിൻ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഒരു കുഴി കാലിയിട്ട് കിടക്കുകയാണ്. അതിൽ മൈക്കിന്റെ പേരുണ്ട്. ഇതേ സമയത്ത് തന്നെ മൈക്കിന് വീണ്ടും കോള് വരികയാണ്. മാത്രമല്ല മൈക്ക് നോക്കുന്ന സമയത്ത് കണ്ണാടിയിൽ തൂങ്ങി ആടുന്ന അല്ലെങ്കിൽ തൂങ്ങി മരിച്ച നിലയിലുള്ള മൈക്കിന്റെ രൂപത്തെയും അവൻ കാണുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ കോള് വന്നെന്ന് പറഞ്ഞല്ലേ, അത് അറ്റൻഡ് ചെയ്യാണ്. സാറേ, എന്താണ് നിങ്ങളുടെ തീരുമാനം? ചെക്കൗട്ട് ചെയ്യാനാണോ അല്ലെങ്കിൽ തുടരാനാണോ? ഇതേ സമയത്ത് തന്നെ ഈ ചോദ്യത്തിന്റെ ആ ഒരു ധ്വനി മനസ്സിലാക്കിയ മൈക്ക് പറയാണ്, ഒരിക്കലുമില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞാൻ ഇവിടെ വെച്ച് സ്വയം ആത്മഹത്യ ചെയ്യാനല്ലേ? ചെയ്യില്ല, ഞാൻ തുടരുക തന്നെ ചെയ്യും. ആ ഫോൺ പിന്നീട് മൈക്ക് തന്നെ അവിടെ വെച്ച് കട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ഫോൺ വീണ്ടും ഉറങ്ങിയാണ്. മൈക്ക് ആ ഒരു ഫോൺ എടുത്തു. ഇപ്പൊ ഫോണിന്റെ മറുഭാഗത്ത് നിന്നും ഒരാൾ സംസാരിക്കുകയാണ്. അതായത് നിങ്ങളുടെ ഭാര്യ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്, അവളെ കൂടെ ഈ ഒരു റൂമിലേക്ക് പെടുത്താനാണ് ഞങ്ങളുടെ ആ ഒരു ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഇതേ സമയത്ത് മൈക്ക് പറയണം, ഒരിക്കലും വേണ്ട, അവളെ ഈ ഒരു ഗെയിമിലേക്ക് ഇൻവോൾവ് ചെയ്യാൻ ഒരിക്കലും സമ്മതിക്കില്ല. ഞാനായിട്ട് ഇവിടെ വന്ന് പെട്ടതാണ്, അതുകൊണ്ട് ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് മൈക്ക് ആ ഒരു ഫോൺ താഴേക്ക് വെക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഈ ഒരു ഫോൺ ഉരുകാൻ ആരംഭിക്കുകയാണ്. എന്നാൽ മൈക്ക് പേടിക്കുന്നൊന്നുമില്ല കേട്ടോ. ഉരുകി തീർന്നതിന് ശേഷം ഈ ഒരു ഫോൺ അത് പഴയതുപോലെ ആവുകയാണ്. പിന്നീട് യാതൊരു കൂസലും ഇല്ലാതെ നമ്മുടെ മൈക്ക് ഉണ്ടല്ലോ സോഫയിൽ പോയിരിക്കുകയാണ്. എന്നിട്ട് ഒരു സിഗരറ്റ് വലിക്കുന്നുണ്ട്. തൊട്ട് മുന്നിൽ തന്നെ മദ്യത്തിന്റെ ഒരു കുപ്പി ഉണ്ടായിരുന്നു. ഇതിന്റെ ഉള്ളിലേക്ക് ചെറിയൊരു തുണി കഷ്ണം അങ്ങനെ തിരികെ വെക്കുകയാണ്. എന്നിട്ട് ആ ഒരു സിഗരറ്റ് വലിച്ചുകൊണ്ട് മൈക്ക് പറയാണ്, എന്റെ ജീവിതകാലം മുഴുവനായിട്ട് ഒരു സ്വാർത്ഥനെ പോലെയാണ് ഞാൻ ജീവിച്ചത്. പക്ഷേ എന്ന് കരുതിയിട്ട് ഞാനൊരു സ്വാർത്ഥനായിട്ട് മരിക്കണം എന്നില്ലല്ലോ. ഇവിടെ ബാധയുണ്ടോ അല്ലെങ്കിൽ ഇതിന്റെ ഹാലൂസിനേഷൻ എഫക്റ്റ് ആണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ പ്രശ്നക്കാരൻ ഈ റൂമാണ്. അങ്ങനെ ഞാൻ മരിക്കുകയാണെങ്കിൽ ഈ റൂമിനെ നശിപ്പിച്ചുകൊണ്ടേ ഞാൻ ഇവിടുന്ന് ഈ ഭൂമിയിൽ നിന്ന് പോവുള്ളൂ. ഒരുത്തനും ഈ ഒരു റൂമിൽ കിടന്ന് ഇനി മരിക്കാൻ പാടില്ല. ഇതും പറഞ്ഞ് ആ ഒരു ബോട്ടിലേക്ക് തുണി തിരികെ വെച്ചില്ലേ, ഇതിന് തീ കൊടുക്കുകയാണ്. എന്നിട്ട് ആ ഒരു ബോട്ടിൽ എടുത്ത് ചുമരിന് ഒരേറ്റ ഏറ് കൊടുക്കുകയാണ്. അവിടെ അങ്ങോട്ട് പൊട്ടിച്ചിതറുന്നുണ്ട്, മുഴുവനായിട്ടും തീ പടരുകയാണ്. പെട്ടെന്ന് തന്നെ ബാക്കിയുള്ള റൂമിലേക്കും ഇതിന്റെ ആ ഒരു എഫക്ട് വരുന്നുണ്ട്. ഫയർ അലാറം അടിക്കുകയാണ്. ജനങ്ങളൊക്കെ ആകെ പരിഭ്രാന്തിയായിട്ട് ബാക്കിയുള്ള റൂമിൽ നിന്നും ഇറങ്ങി ഓടാൻ വേണ്ടി തുടങ്ങി. ഇതേ സമയത്താണ് ലില്ലി അങ്ങോട്ടേക്ക് എത്തുന്നത്. അവളുടെ ഹസ്ബൻഡ് ഇതുപോലെ ആ ഒരു മുറിയിൽ പെട്ടുകിടക്കാണ്, നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് നോക്ക്, ഒന്ന് രക്ഷപ്പെടുത്താൻ നോക്കുന്നൊക്കെ പറയുമ്പോൾ പോലീസുകാർ ഇത് വലിയ രീതിയിൽ കാര്യമാക്കുന്നില്ല. ഇപ്പൊ ആ ഒരു മുറി അത് പൂർണ്ണമായിട്ടും തകർന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഈ ഒരു സമയത്ത് മൈക്ക് അവന്റെ ചില എക്സ്പീരിയൻസ് ആ ഒരു മൈക്കിൽ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ അവസാന നിമിഷത്തിൽ അവന്റെ ഉള്ളിൽ ഒരു തരി പോലും ഭയം ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവസാനം ആ ഒരു റൂമിൽ കിടന്ന് നമ്മുടെ മൈക്കും വെന്തുരുകി മരിക്കുകയാണ്. എല്ലാവരും അങ്ങോട്ടേക്ക് എത്തിയെങ്കിലും നമ്മുടെ മൈക്കിനെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ അദ്ദേഹത്തിന്റെ ആ ഒരു സംസ്കാര ചടങ്ങുകളും ബാക്കിയുള്ളതെല്ലാം നടക്കുകയാണ്. അതും തൊട്ടടുത്ത് തന്നെ മകളായിട്ടുള്ള കാറ്റ്ലിന്റെ തൊട്ടടുത്ത് തന്നെയാണ് മൈക്കിനെ മറവ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ അതിന്റെ മുന്നിൽ നിന്നുകൊണ്ട് ഭാര്യയായിട്ടുള്ള ലില്ലി പറയാണ്, അങ്ങനെ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചല്ലേ? മകളോട് അത്രയും സ്നേഹമാണ് ഈ ഒരു മൈക്കിന്. അതെന്തൊക്കെ പറഞ്ഞാലും അതിലൊരു കുറവും ഉണ്ടായിട്ടില്ല. എന്നാൽ അത് പ്രകടിപ്പിക്കേണ്ട രീതിയിൽ ജീവിതത്തിൽ അവൻ പ്രകടിപ്പിച്ചില്ല. അതാ പറ്റിയത്. എന്തായാലും ചടങ്ങുകളെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പൊ ലില്ലി പോവാൻ നിൽക്കുമ്പോൾ ലില്ലിയെ കാത്തുകൊണ്ട് ഈ ഡോൾഫിൻ ഹോട്ടലിന്റെ മാനേജർ ആയിട്ടുള്ള ജെറാഡ് കാത്തു നിൽക്കുന്നുണ്ട് ഒരു ബോക്സുമായിട്ട്. ഇതെന്താണെന്ന് ലില്ലി ചോദിച്ചപ്പോൾ നിങ്ങളുടെ ഭർത്താവിന്റെ ചില വസ്തുക്കളാണ്, അവിടെ നിന്നും ആകെ കിട്ടിയത് ഇത് മാത്രമാണ്, ഇത് നിങ്ങൾ വെച്ചോന്ന് പറയുമ്പോൾ ലില്ലി പറയാണ്, വേണ്ട, ഈ സാധനങ്ങളൊന്നും എനിക്ക് വേണ്ട, കാരണം ഇതെല്ലാം എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്ന ഓർമ്മകളാണ്, അത് നിങ്ങൾ തന്നെ വെച്ചോന്ന് പറയണം. അങ്ങനെ ലില്ലി അവിടുന്ന് പോകുന്നുണ്ട്. ഇതിനുശേഷം ജെറാഡ് ആ കിട്ടിയ ബോക്സ് ഉണ്ടല്ലോ ഇയാളുടെ കാറിൽ പോയിട്ട് അത് തുറന്ന് അതിൽ ആ ഒരു റെക്കോർഡ് ആ മെഷീൻ എടുക്കുകയാണ്. എന്നിട്ട് അതിൽ ഓരോ വോയിസും കേൾക്കാൻ തുടങ്ങുകയാണ്. ആ വോയിസിൽ നമ്മുടെ മൈക്കിന്റെ ശബ്ദം മാത്രമല്ല, അതിന്റെ കൂടെ തന്നെ മൈക്കിനോട് സംസാരിച്ച കാറ്റലിന്റെ ശബ്ദവും മൈക്ക് കേൾക്കുന്നുണ്ടായിരുന്നു. അതായത് ആ റൂമിൽ സംഭവിച്ച എല്ലാ കാര്യങ്ങളും റിയൽ ആണ്. അതിൽ റെക്കോർഡഡ് ആയിട്ടുള്ള ആ ഒരു ശബ്ദം കേട്ടപ്പോൾ ജെറാഡിന് ഇതെല്ലാം മനസ്സിലായി, സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള എന്തോ ഒരു കാര്യം. എന്നാൽ ഒരിക്കലും മറ്റൊരുത്തന് ആ റൂമിൽ കയറാതിരിക്കാൻ പറ്റാത്ത കോലത്തിലാക്കിയിട്ടാണ് മൈക്ക് ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരിക്കലും ഭ്രാന്തമായിട്ടുള്ള ആ റൂമിലേക്ക് അതിനൊരു എരയെ എനിക്ക് കിട്ടില്ല. എന്തായാലും ഇത് കേട്ടോണ്ടിരിക്കുന്ന സമയത്ത് ഈ ജെറാഡ് ഉണ്ടല്ലോ കാറിന്റെ ആ ഒരു സൈഡ് മിററിൽ ഒരു വല്ലാത്ത കത്തിയെരിഞ്ഞ രൂപത്തെ കാണുകയാണ്. അതായത് മൈക്കിന്റെ വെന്തുരുകിയ ശരീരമായിരുന്നു. പെട്ടെന്ന് ഇത് കണ്ട് ജെറാഡ് ഒന്ന് ഞെട്ടുന്നുണ്ടെങ്കിലും മനസ്സിലായി അതൊരു ഇലൂഷൻ മാത്രമാണെന്ന്. പിന്നീട് ആ ഒരു സെമിത്തേരി വിട്ടുകൊണ്ട് ഈ ജെറാഡും അവിടുന്ന് പോവാണ്. ഇതിനുശേഷം കത്തിയെരിഞ്ഞ ആ റൂം ഉണ്ടല്ലോ 1408 ആ റൂം കാണിക്കാണ്. ഒരു വല്ലാത്ത മുഖത്തൊരു സന്തോഷമൊക്കെ ഉണ്ട്. ആ സന്തോഷത്തോടെയുള്ള മുഖവുമായിട്ട് ഒരാള് കത്തിയെരിഞ്ഞ ആ റൂമിലൂടെ നടക്കുന്നുണ്ട്. മറ്റാരുമല്ല, നമ്മുടെ മൈക്ക്. മൈക്ക് എന്ന് പറഞ്ഞാൽ പോരാ, മൈക്കിന്റെ ആത്മാവ് എന്ന് വേണം പറയാൻ. സോ ആ റൂമിലൂടെ അവന്റെ ആത്മാവ് അങ്ങനെ നടന്നു പോവാണ്. ഒരിക്കലും ജീവനുള്ള ഒരു മനുഷ്യൻ ഈ റൂമിലേക്ക് ഇനി വരില്ല. അതിനെ പൂർണ്ണമായിട്ടും നശിപ്പിച്ച് ആ ഒരു തൃപ്തിയിലാണ് നമ്മുടെ മൈക്ക് ഇവിടുന്ന് പോയത്. ഓക്കെ, അപ്പൊ ഇത്രയും കാണിച്ചുകൊണ്ട് സിനിമ ഇവിടെ തീരുകയാണ്. എങ്ങനെ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായോ തീർച്ചയായിട്ടും നമ്മുടെ കമന്റ് ബോക്സിൽ നിങ്ങളൊന്ന് പറയാ. വീഡിയോ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.